ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി ഭാഗമറ്റം എഴുതിയ നോവൽ ചക്രവാതം, അധ്യായം 16. സൈമൺ തരകൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കാരക്കാട്ട് ബംഗ്ലാവിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു SI മനോജ് കുര്യൻ. അപ്പോഴാണ് അഡ്വക്കേറ്റ് ചന്ദ്രഭാനുവിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രകടനം പോലീസ് സ്റ്റേഷന് നേർക്ക് വരുന്നുണ്ടെന്ന് അറിവ് കിട്ടിയത്. പ്രകടനം അക്രമാസക്തമായാൽ പ്രതിരോധിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ട് SI ജീപ്പിൽ സ്ഥലം വിടാൻ ഒരുങ്ങി. പക്ഷേ ബീച്ച് റോഡിലൂടെ അല്പം മുന്നോട്ട് നീങ്ങിയപ്പോഴേക്കും പ്രകടനക്കാർ ഓടിയെത്തി. സാർ എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങളുടെ പരാതിക്ക് പരിഹാരം കണ്ടിട്ട് പോയാൽ മതി സാറേ. ചന്ദ്രഭാനുവിൻ്റെ അനുയായികൾ ജീപ്പ് തടഞ്ഞിട്ടു. മനോജ് കുര്യന് സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു പോരേണ്ടി വന്നു. പ്രകടനക്കാരെ വിരട്ടി ഓടിക്കാൻ ഒരു ശ്രമം നടത്തിയാലോ എന്ന് ആലോചിച്ചിട്ട് അയാളത് വേണ്ടെന്ന് വെച്ചു. ചന്ദ്രഭാനു സ്റ്റേഷനിൽ വന്ന SIയുമായി സംസാരിച്ചു. ചെല്ലിക്കടപ്പുറത്തുണ്ടായിരുന്ന ശൗരി എന്ന ബാലനെ കാണാനില്ല മനോജ്. അവൻ്റെ പൊന്ത് നശിപ്പിക്കപ്പെട്ടതായി അവൻ ഇതേ സ്റ്റേഷനിൽ പരാതി തരാൻ വന്നപ്പോൾ നിങ്ങൾ അവനെ പിടിച്ച് ലോക്കപ്പിലിട്ട് മർദ്ദിച്ച സംഭവം എല്ലാവർക്കും അറിയാം. ഞാൻ ഇടപെട്ട അവനെ മോചിപ്പിച്ചത്. തനിക്ക് കാരക്കാട്ട് സൈമൺ തരകനുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങളും എനിക്കറിയാം. ഈ കേസിൽ തന്നെ ഞാൻ കുറേ ഉപ്പ് തീറ്റിക്കും, വെള്ളവും കുടിപ്പിക്കും. എനിക്ക് സൈമൺ തരകനുമായി യാതൊരുവിധ ബന്ധങ്ങളുമില്ല, മനോജ് കുര്യൻ പറഞ്ഞു. പിന്നെ എന്തിന് പരാതി തരാൻ വന്ന ശൗര്യയെ പിടിച്ച് താൻ ലോക്കപ്പിലിട്ടു? അവൻ തന്ന പരാതി വ്യാജമാണെന്ന് തോന്നി. മാത്രമല്ല അവൻ കാരക്കാട്ട് സൈമൺ തരകനെ അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചു. എങ്ങനെ അപകീർത്തിപ്പെടുത്തി? സൈമൺ തരകൻ്റെ മകനാണ് അവനെന്ന് പറഞ്ഞു നടന്നു. ഞാൻ പറയാമിടൂ, അവൻ സൈമൺ തരകൻ്റെ മകൻ തന്നെ. ചെല്ലിക്കടപ്പുറത്തെ ഓരോ മത്സ്യത്തൊഴിലാളിയെ കൊണ്ടും പറയിക്കാം. താൻ അവരെയെല്ലാം തൂക്കിയെടുത്ത് ലോക്കപ്പിലടയ്ക്കോ? എങ്കിലടയ്ക്കടോ. സൈമൺ തരകൻ്റെ മകൻ തന്നെയാ ശൗരി. മനോജ് കുര്യനും മിണ്ടാട്ടമില്ല. ആ ചെക്കൻ്റെ പൊന്ത് നശിപ്പിച്ച പരാതി വ്യാജമാണെന്ന് തനിക്കെങ്ങനെ തോന്നി? താൻ പോയി അന്വേഷിച്ചില്ലേ? ആരെങ്കിലും പറഞ്ഞോ ശൗരിയുടെ പൊന്ത് നശിപ്പിക്കപ്പെട്ടില്ലെന്ന്? അല്ലെങ്കിൽ ശൗരിക്ക് അങ്ങനൊരു സാധനമേ ഇല്ലായിരുന്നെന്ന് താൻ കണ്ടുപിടിച്ചോ? താൻ എന്താ മിണ്ടാത്തെ? തന്നെ കൊണ്ട് ഞാൻ പറയിക്കും. പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇവിടുന്ന് പറപ്പിക്കും. ഭീഷണിയൊന്നും വേണ്ട, എനിക്കറിയാം എൻ്റെ ജോലി ചെയ്യാൻ. എന്നെ ആരും പഠിപ്പിക്കുകയും വേണ്ട. ഞാൻ ഭീഷണിപ്പെടുത്തുകയാ. താൻ എന്തു ചെയ്യും എന്നെ? തന്നെ ഞാൻ പഠിപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. എടോ, ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ താനുമില്ല, ഈ പോലീസ് സ്റ്റേഷനും മണ്ണിന് മീതെ ഉണ്ടാവില്ല. ആ വിവരം തനിക്കറിയോ? ശൗരിയുടെ പരാതി വ്യാജമാണെന്ന് താൻ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാ? അങ്ങനെയൊരു പൊന്ത് നശിപ്പിക്കപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണവും ആ കടപ്പുറത്ത് കണ്ടില്ല. അങ്ങനെ ഒരു സാധനം നശിപ്പിക്കപ്പെട്ടതായിട്ട് ഒരാൾ പോലും പറഞ്ഞില്ല. താൻ ആരുടെ കാലിൻ്റെ കീഴെ പോയിട്ട് അന്വേഷിച്ചത്? സൈമൺ തരകൻ്റെയോ? അവിടെ ചെന്ന് അന്വേഷിച്ചാൽ തനിക്ക് എന്തൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം. തന്നെ കൊണ്ട് ഞങ്ങൾ അന്വേഷിപ്പിക്കും. ഇല്ലെങ്കിൽ താനീ കസേരയിൽ ഇരിക്കില്ല. ചന്ദ്രഭാനു SIയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എമിലിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചന്ദ്രഭാനുവും അനുയായികളും പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മനോജ് കുര്യൻ അപ്പോൾ തന്നെ സൈമൺ തരകനെ ഫോണിൽ വിളിച്ചു. സംഗതി കുഴപ്പമാകുന്ന ലക്ഷണമാണ് മുതലാളി. ആ ശൗരിയുടെ അമ്മയും വേറെ 250 പേരും കൂടി വന്ന് ചന്ദ്രഭാനുവിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ വളഞ്ഞിരിക്കുക. നിങ്ങൾ പോലീസുകാരുടെ കയ്യിൽ ലാത്തിന്ന് പേരുള്ള ഒരു സാധനമില്ലേ? അതെന്തിനാ? ജനങ്ങൾ നിയമം കയ്യിലെടുക്കുമ്പം അവരെ വിരട്ടി ഓടിക്കാനും വേണ്ടി വന്ന 4 വീക്ക് വീക്കാനും കൂടി ഉള്ളതല്ലേ? ഇതങ്ങനൊന്നുമല്ല മുതലാളി. വലിയ വിഷയമാകും. വിഷയമാകട്ടടോ. തന്നെയോ എന്നെയോ ആരും ഒന്നും ചെത്താനില്ല. ആളുകൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരിക്കുക. ഉപരോധിക്കട്ടടോ. അവരുടെ കൊതി തീരണവരെ ഉപരോധിക്കട്ട്. ഈ പോലീസ് സ്റ്റേഷനൊക്കെ എന്നാ ഉണ്ടായത്? അതിനു മുൻപും കാരക്കാട്ട് തറവാടായിരുന്നു പോലീസ് സ്റ്റേഷനും കോടതിയും എല്ലാം. എൻ്റെ അപ്പനപ്പൂപ്പന്മാരാ ഈ നാട്ടിൽ നീതി നിയമവും ശിക്ഷയും എല്ലാം നടപ്പാക്കിയിരുന്നത്. അംശം അധികാരമെന്ന് പറഞ്ഞാൽ അത് കാരക്കാട്ട് തരകന്മാരായിരുന്നു. പഴങ്കഥയൊന്നും ഇപ്പം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മുതലാളി. ആ ചക്കൻ എവിടെ ഉണ്ടെന്ന് പറ. എനിക്കറിയത്തില്ലത്. ഞാനാണോ അവനെ സൂക്ഷിച്ചു വച്ചുകൊണ്ടിരിക്കുന്നത്? തെളിവുകളെല്ലാം മുതലാളിക്കെതിരായിട്ട് വരുമേ. ഞാനായിരിക്കില്ല കേസ് അന്വേഷിക്കുന്നത്. അപ്പോഴും മുതലാളി ഇതേ ഉത്തരം തന്നെ പറയണം. മനോജ് കുര്യന് മുഷിഞ്ഞു. ഏത് പോലീസ് വന്നാലും ഞാൻ പറഞ്ഞോളാം. താൻ തൻ്റെ തടി നോക്കിയാൽ മതി. എന്നെ വലത്താൻ വരണ്ട. പിന്നെ ഒരക്ഷരം മിണ്ടാതെ മനോജ് കുര്യൻ ഫോൺ വെച്ചു. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷന് ചുറ്റും ജനം സംഘടിച്ച് ഉപരോധം തീർത്തിരിക്കുകയാണെന്നും സംഘർഷാവസ്ഥ ഉണ്ടെന്നും ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വിവരം കിട്ടി. ചന്ദ്രഭാനുവിനെ ഫോണിൽ വിളിച്ച് SP ഓഫീസ് സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ തേടി. SI മനോജ് കുര്യൻ്റെ ഫോണിലേക്കും SP ഓഫീസിൽ നിന്ന് കോൾ വന്നു. ശൗരി എന്നൊരു ബാലനെ കാണാതായതായി പരാതി കിട്ടിയിട്ടുണ്ടെന്ന് SI വെളിപ്പെടുത്തി. നിങ്ങൾ ആ പരാതി അന്വേഷിച്ചോ?
കടപ്പുറത്ത് പോയി അന്വേഷണം നടത്തിയിരുന്നു സാർ, മനോജ് കുര്യൻ പറഞ്ഞു. എന്നിട്ട് എന്ത് നടപടിയെടുത്തു? ശൗരി എന്ന ബാലനെ കാണാനില്ല എന്ന് മാത്രമേ പരാതിയുള്ളൂ. കടപ്പുറത്ത് അവനെ രാത്രി കണ്ടവരാരുമില്ല. ചിലപ്പോൾ അവൻ ഒളിച്ചോടിപ്പോയതായിരിക്കാം. മുൻപ് അവനങ്ങനെ ഒളിച്ചോടിപ്പോയിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. നാട് വിട്ടു പോയതായി എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല സാർ. കടപ്പുറത്ത് പുലിമുട്ടിന് മീതെ ശൗരിയുടെ ചെരുപ്പോ കീറിയ ഷർട്ടോ കിടക്കുന്നതായി കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അന്വേഷണം നടത്തിയ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ലേ? അത് ശൗരിയുടേതാണെന്നുള്ളതിന് തെളിവൊന്നുമില്ല സാർ. പുലിമുട്ടിൽ ധാരാളം ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യാറുണ്ട്. അത് ശൗരിയുടേതാണോ അല്ലയോ എന്ന് എങ്ങനെ തെളിയിക്കണം? ആര് തെളിയിക്കണം? SP ഓഫീസിൽ നിന്ന് ആരെങ്കിലും പോയി തെളിയിക്കണോ? അതോ ഫോറൻസിക് ലാബിൽ നിന്ന് ടെക്നീഷ്യൻസിനെ അങ്ങോട്ട് അയക്കണോ? SI മനോജ് കുര്യൻ ഫോണും കയ്യിൽ പിടിച്ച് മിണ്ടാതെ നിന്നു. മറുപടി പറയടോ. സർ, ലോക്കൽ പോലീസ് തന്നെ തെളിവ് ശേഖരിക്കണം. താൻ തെളിവ് ശേഖരിച്ചോ? ആ ഷർട്ടും ചെരുപ്പും സംശയകരമായ തെളിവുകളായി കണക്കാക്കിയോ? പുലിമുട്ടിലെ പാറകളുടെ മേൽ ചോരപ്പാടുകളുണ്ടെന്ന് പരാതിയിൽ പറഞ്ഞിട്ടില്ലേ? അത് ശരിയാണോ എന്ന് പരിശോധിച്ചോ? സർ, വീണ്ടും ഒരു പരിശോധന കൂടി നടത്താനിരിക്കുകയാണ്. താനും കൂടി ചേർന്നാണ് ശൗരിയെ വകവരുത്തിയതെന്ന് ചന്ദ്രഭാനു പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോടോ? ഇന്നലെ പാതിരാത്രിക്ക് താൻ ശൗരിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി തെരച്ചിൽ നടത്തുകയും അവിടുത്തെ ഒരു പെൺകുട്ടിയെ രാത്രിയിൽ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന് കേട്ടല്ലോ. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ട് താൻ ചെയ്തു? ആർക്കു വേണ്ടി ചെയ്തു? സർ, ശൗരിയും ആ പെൺകുട്ടിയും കൂടി സൈമൺ മുതലാളിയുടെ മകനെ കയ്യേറ്റം ചെയ്തതായി പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു. സൈമൺ മുതലാളിയുടെ പരാതി കിട്ടിയാലുടനെ താൻ ഏത് പാതിരാത്രിക്കും ഏത് വീട്ടിലും കയറി ചെന്ന് സ്ത്രീകളെ വരെ വലിച്ചു പുറത്തിറക്കി കസ്റ്റഡിയിലെടുക്കും അല്ലേ? സാധാരണക്കാരൻ പരാതിയുമായിട്ട് വന്നാൽ അവനെ പിടിച്ച് ലോക്കപ്പിലിട്ട് ഇടിക്കും അല്ലേടോ? തുടർന്നുണ്ടായ ശകാരവർഷം ചെവിയിലേക്ക് അടിച്ചു കയറാതിരിക്കാൻ മനോജ് കുര്യൻ റിസീവർ അല്പം അകറ്റിപ്പിടിച്ചു. ഒടുവിൽ ഫോൺ വെച്ചിട്ട് തലയ്ക്ക് കൈകൊടുത്ത് കസേരയിലേക്കിരുന്നു. ഉച്ചയോടുകൂടി സർക്കിൾ ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി. എമിലിയെയും ചന്ദ്രഭാനുവിനെയും കണ്ട് സംസാരിച്ചു. ശൗരിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തുമെന്നും കുറ്റവാളികൾ ആരായാലും എത്രയും വേഗം അറസ്റ്റ് ചെയ്യുമെന്നും ഉറപ്പു നൽകി. ചന്ദ്രഭാനുവും അനുയായികളും പോലീസ് സ്റ്റേഷൻ ഉപരോധം അവസാനിപ്പിച്ചു. ചെല്ലിക്കടപ്പുറത്തേക്ക് ഒരു ജാഥ നടത്തി. ജാഥ നയിക്കാൻ എമിലിയെ മുന്നിൽ തന്നെ നിർത്തി. ചെല്ലിക്കടപ്പുറത്ത് എത്തി സൈമൺ തരകനെതിരെ കുറേ മുദ്രാവാക്യം വിളിച്ച ശേഷം പ്രകടനക്കാർ പിരിഞ്ഞുപോയി. 2 ദിവസത്തിനകം SI മനോജ് കുര്യന് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടി. മൂന്നാറിനും മറയൂരിനും അപ്പുറം തമിഴ്നാട് അതിർത്തിയിൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന കാന്തല്ലൂർ സ്റ്റേഷനിലേക്കായിരുന്നു സ്ഥലം മാറ്റം. SI ക്രിസ്തുദാസ് അർത്തുങ്കൽ സ്റ്റേഷനിൽ മനോജ് കുര്യന് പകരം ചാർജ് എടുത്തു. ശൗരിയെ കണ്ടെത്താനുള്ള അന്വേഷണം എങ്ങും എത്താതെ ഒരു തെളിവും ലഭിക്കാതെ തട്ടിമുട്ടിപ്പോയിക്കൊണ്ടിരുന്നു. ക്രിസ്തുദാസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചെല്ലിക്കടപ്പുറത്ത് പല വിധത്തിലുള്ള പരിശോധനകൾ നടത്തി. ശൗരിയെ കാണാതായ ദിവസം ചെല്ലിക്കടപ്പുറത്തു നിന്ന് കടലിലേക്ക് പോയതും കടലിൽ നിന്ന് തിരിച്ചു വന്നതുമായ എല്ലാ വള്ളങ്ങളുടെയും ലിസ്റ്റെടുത്ത് അന്നേ ദിവസം ആ വള്ളങ്ങളിൽ ജോലിക്കുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ ചോദ്യം ചെയ്തു. സൈമൺ തരകൻ്റെ ഉടമസ്ഥതയിലുള്ള വള്ളങ്ങളെല്ലാം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി. സൈമൺ തരകൻ്റെ കൂലിപ്പടയെന്ന് സംശയമുള്ള സകലരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഒടുവിൽ സൈമൺ തരകനെയും അയാളുടെ മക്കളെയും ഭാര്യയെയും ബംഗ്ലാവിലെ ജോലിക്കാരെയും ചോദ്യം ചെയ്യലിന് വിധേയരാക്കി. എന്നിട്ടും ശൗരിക്ക് എന്ത് സംഭവിച്ചുവെന്ന നിഗൂഢത അങ്ങനെ തന്നെ അവശേഷിച്ചു. ശൗരിയെ വകവരുത്താൻ സൈമൺ തരകൻ മല്ലപ്പള്ളിയിൽ നിന്ന് കൊട്ടേഷൻ സംഘത്തെ വരുത്തിയെന്നും അവർ രാഖി രാമാനം ശൗരിയെ തല്ലിച്ചതച്ച് ചാക്കിൽ കെട്ടി ബോട്ടിൽ കയറ്റി പുറംകടലിൽ കൊണ്ടുപോയി മുക്കിത്താഴ്ത്തിയെന്നും ഒരു കിംവദന്തി ചെല്ലിക്കടപ്പുറത്ത് പ്രചരിച്ചു. തോരാത്ത കണ്ണുനീരുമായി എമിലി അപ്പോഴും പോലീസ് സ്റ്റേഷനിലും പാർട്ടി ഓഫീസിലും കയറിയിറങ്ങി. എമിലിയുടെ സമ്മർദ്ദം അധികരിക്കുമ്പോൾ പാർട്ടിക്കാർ സൈമൺ തരകൻ്റെ ബംഗ്ലാവിലേക്ക് ഒരു ജാഥ നടത്തി. അവിടെ ഗേറ്റിന് വെളിയിൽ ഒരു താൽക്കാലിക സമരപ്പന്തൽ കെട്ടി ഇരുട്ടുന്നതുവരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവിടെയിരിക്കും. എമിലിയെ സമരപ്പന്തലിൽ നിരാഹാരമിരുത്തും. ആഴ്ചകൾ കഴിഞ്ഞു പോകവേ ശൗരിയെ കണ്ടെത്താമെന്നുള്ള പോലീസിൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു. കേസ് മന്ദഗതിയിലായി. എമിലി അവസാന ശ്രമമെന്നോണം പാർട്ടി അനുഭാവികളെ ഒന്നിച്ചുകൂട്ടി ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും മറ്റും നടത്തി. താൻ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ കേസ് തേഞ്ഞുമാഞ്ഞു പോകുമെന്ന് കണ്ട് എമിലി തന്നെ മുൻകൈയെടുത്ത് ചന്ദ്രഭാനുവിൻ്റെ അനുവാദത്തോടുകൂടി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ ഗേറ്റിനരികെ സമരപ്പന്തൽ കെട്ടി അവിടെ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. അതോടെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്കും DGPക്കും IGക്കുമെല്ലാം നിവേദനങ്ങൾ നൽകി.
അഡ്വക്കേറ്റ് ചന്ദ്രഭാനുവിനെ കൊണ്ട് സൈമൺ തരകനെതിരെ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി. സൈമൺ തരകനെയും ശൗര്യയെയും ഒരുമിച്ച് ആരെങ്കിലും കണ്ടതായി ദൃക്സാക്ഷികളോ സാഹചര്യ തെളിവുകളോ ഇല്ലാതിരുന്നതിനാൽ ഹൈക്കോടതി അത് പരിഗണനയ്ക്കെടുക്കാതെ തള്ളിക്കളഞ്ഞു. ശൗരി മുൻപൊരിക്കൽ നാടുവിട്ടു പോയിട്ടുള്ളതിനാൽ അങ്ങനെയൊരു സാധ്യത നിലനിൽക്കുന്നു എന്ന് കണ്ട് ശൗരിയുടെ തിരോധാനം ഒരു കൊലക്കേസായി പരിഗണിക്കാൻ കീഴ്ക്കോടതിയും തയ്യാറായില്ല. മാൻ മിസ്സിംഗ് എന്ന വകുപ്പിൽപ്പെടുത്തി ലോക്കൽ പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതിയെന്നായിരുന്നു ഉന്നത പോലീസ് മേധാവികളുടെ നിലപാട്. കാരക്കാട്ട് ബംഗ്ലാവിന് മുന്നിൽ പന്തൽ കെട്ടി എമിലി നടത്തിവന്ന സത്യാഗ്രഹ സമരം 3 മാസത്തോളം വിജയകരമായി തുടർന്നെങ്കിലും മഴക്കാലം വന്നതോടെ അവസാനിപ്പിക്കേണ്ടി വന്നു. ശൗരിയും ശൗരിയുടെ തിരോധാനവും ക്രമേണ ചെല്ലിക്കടപ്പുറത്തെ പഴങ്കഥകളിലേക്ക് ചേർക്കപ്പെട്ടു. നഷ്ടം എമിലിക്കും കുടുംബത്തിനും മാത്രമായിരുന്നു. അവർ വീണ്ടും ദുരിതക്കടലിലായി. ജാനറ്റും ഡെന്നിച്ചനും പഠിപ്പ് നിർത്താൻ നിർബന്ധിതരായി. അധ്യായം 17. ശൗരിക്കുട്ടിയെ കാണാതായിട്ട് 1 വർഷം തികയുകയാണ്. എങ്ങുമെത്താതെ ചുരുട്ടിക്കെട്ടിയ കേസന്വേഷണം എങ്ങനെയെങ്കിലും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു എമിലി. ഒരു പ്രകടനവും പ്രക്ഷോഭവും സംഘടിപ്പിക്കാനും കേസന്വേഷണത്തിനായി പുതിയൊരു പോർമുഖം തിരഞ്ഞെടുക്കാനും അവൾ ചന്ദ്രഭാനുവിൻ്റെ സഹായം തേടി. ശൗരിയെ സൈമൺ തരകൻ കരുതിക്കൂട്ടി വധിച്ചതാണെന്നും ശൗരിയുടെ മൃതദേഹം ബോട്ടിൽ കയറ്റിക്കൊണ്ടുപോയി കടലിൽ താഴ്ത്തിയതാണെന്നും ചെല്ലിക്കടപ്പുറത്ത് പരക്കെ ഒരഭ്യൂഹം പ്രചരിച്ചിരുന്നു. സൈമൺ തരകൻ വാടക കൊലയാളികളെ കൊണ്ട് അങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്യിച്ചുവെന്ന് തന്നെ ആരോപിച്ചുകൊണ്ട് എമിലി പോലീസ് മേധാവികൾക്കും ജില്ലാ ഭരണ നേതൃത്വത്തിനും പരാതി നൽകി. ശൗരിക്കുട്ടിയെ കാണാതായ കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ചന്ദ്രഭാനുവിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ഒരു കൂറ്റൻ പ്രതിഷേധ റാലിയും പ്രകടനവും നടത്താനും തീരുമാനിച്ചു. പത്രങ്ങളും മറ്റും ശൗരിയുടെ തിരോധാനത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി വാർത്തകൾ എഴുതി. സൈമൺ തരകൻ തനിക്ക് നിയമാനുസൃതമല്ലാത്ത ബന്ധത്തിൽ ജനിച്ച മകനെ വകവരുത്താൻ ശ്രമിച്ചിരിക്കാമെന്ന നിഗമനത്തോടുകൂടിയാണ് പത്രങ്ങളിൽ സമരപരിപാടികളെക്കുറിച്ചുള്ള വാർത്തകൾ അച്ചടിച്ചു വന്നത്. ചെല്ലിക്കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് മുൻപിലാണ് അവസാനിച്ചത്. ആ പ്രകടനത്തിനും പ്രതിഷേധത്തിനും പത്രങ്ങളിൽ വന്ന വാർത്തകൾക്കും ഫലമുണ്ടായി. ശൗരിയെ സൈമൺ തരകൻ കൊന്ന് കടലിൽ കെട്ടിത്താഴ്ത്തിയെന്ന പരാതിയിന്മേലുള്ള കേസ് CBIക്ക് വിട്ടുകൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറില്ലെങ്കിലും ക്രൈംബ്രാഞ്ചിന് കേസ് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഉത്തരവ് പോയി. അതും പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ചന്ദ്രഭാനു എമിലിയെ ആശ്വസിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തല്ലോ, അതൊരു വലിയ വിജയമാണ്. ശൗരിക്ക് എന്താണ് സംഭവിച്ചതെന്ന് തെളിയിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയുമെന്ന എൻ്റെ പ്രതീക്ഷ. അവനെ ജീവനോടെ തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ എന്ത് വിജയമാ സാറേ ഇതൊക്കെ. കുറ്റവാളികളെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതും കുറ്റം തെളിയിച്ച് അവരെ ശിക്ഷിക്കുന്നതും വലിയ വിജയം തന്നെയാണ്. ചന്ദ്രഭാനു തൻ്റെ വാദത്തിന് അടിവരയിട്ടു. അവന് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഏറ്റവും വലിയ പ്രശ്നം. അവനെ ആര് എന്തു ചെയ്തു എന്ന് തെളിയിക്കണ്ടേ? പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത്രയും മതിയാവും എന്ന് എമിലിക്ക് തോന്നി. കുറ്റവാളിയെ കണ്ടുപിടിച്ച് കുറ്റം തെളിയിക്കുകയും ശിക്ഷ വാങ്ങിക്കൊടുക്കുകയുമല്ല എമിലിക്ക് വേണ്ടത്. ശൗരിക്കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടണം. അതല്ലാതെ നെഞ്ചിലെ കാട്ടുതീ അണയുകയില്ല. പാർട്ടി ഓഫീസിൽ നിന്ന് മടങ്ങിയ എമിലിക്ക് വീട്ടിലേക്ക് ചെല്ലണമെന്ന് പോലും തോന്നിയില്ല. വീട് ഒരു ശൂന്യ സ്ഥലമാണ്. ശൗരിയില്ലാത്ത ഇടങ്ങളിലെല്ലാം ശൂന്യതയാണ്. എമിലി മൺറോഡിലൂടെ നടന്ന് കടപ്പുറത്തേക്ക് പോയി. നടക്കുമ്പോൾ ആരൊക്കെയോ എതിരെ വന്ന് എമിലിയോട് എവിടെ പോണെന്നോ എവിടെങ്കിലും പോയിട്ട് വരുവാണോ എന്നോ കുശലാന്വേഷണം നടത്തി. എമിലി അതൊന്നും കേട്ടില്ല. ആരെയും അവൾക്ക് കാണാനും കഴിഞ്ഞില്ല. ഒന്നിനും മറുപടി കൊടുത്തുമില്ല. കടപ്പുറത്ത് അവിടെ ഒറ്റതിരിഞ്ഞ് ചില ആളുകളുണ്ടായിരുന്നു. ഏതോ വള്ളത്തിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുന്നു. ഒരിടത്ത് വലയുടെ കേട് പോക്കുന്നു. കുറച്ചു മാറി തെങ്ങിൻ പുരയിടത്തിൽ ചീട്ടുകളി നടക്കുന്നു. എമിലി കടപ്പുറത്ത് തിരകൾ വന്ന കാലിൽ തൊടാത്ത അകലത്തിൽ നിന്നു. തൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച പുരുഷന്മാർ ജീവിതത്തിൽ നിന്ന് മറഞ്ഞു പോകുന്ന പ്രതിഭാസം എങ്ങനെ സംഭവിക്കുന്നു എന്നറിയാതെ അവളുടെ മനസ്സുഴറി. ആദ്യം ആഞ്ചലോസാണ് പോയത്. മരിച്ചുവെന്നുറപ്പിക്കാൻ മൃതദേഹം പോലും കിട്ടിയില്ല. ഇപ്പോൾ ശൗരിക്കുട്ടി. അവൻ്റെ ജീവനും കടലിനടിയിലാണോ തീർന്നത്? വിചിത്രമായ ഒരു സംഗതി. അവർ രണ്ടുപേരും ജീവനോടെ ഇല്ലെന്ന് വിശ്വസിക്കാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല എന്നതായിരുന്നു. കടലിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കാണാമറയത്തെവിടെയോ ഒരു തോണി തുഴഞ്ഞ് ആരോ വരുന്നതുപോലെ എമിലിയുടെ മുടിയിലും വസ്ത്രാഞ്ചലങ്ങളിലും കാറ്റ് പിടിക്കുന്നുണ്ടായിരുന്നു. അമ്മ വിളി കേട്ട് എമിലി തിരിഞ്ഞു നോക്കി. ജാനറ്റ്. അമ്മ എന്താ നേരെ ഇങ്ങോട്ട് പോന്നേ? ഇവിടെ ആരിയ്ക്കുന്നു?
എമിലിയുടെ ഒപ്പം വന്നു നിന്ന് അവൾ ചോദിച്ചു. എമിലി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ജാനറ്റ് കടലിലേക്ക് നോക്കി. ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. ഞാൻ ആ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നല്ലോ. അമ്മ വഴി മറന്ന പോലെ എങ്ങും നോക്കാതെ ചുമ്മാ നടന്നു പോവുക, യന്ത്രം പോണ പോലെ. ഞാൻ ഓർത്തു അമ്മ വീട് മറന്നുപോയെന്ന്. എമിലി അതിനും മറുപടി പറഞ്ഞില്ല. അമ്മ വാ, പോകാം. ജാനറ്റ് എമിലിയുടെ കൈ പിടിച്ച് ഒരന്ധയെ എന്ന പോലെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുപോയി. എമിലിയോട് കുഞ്ഞെന്നെ പറഞ്ഞു, ഇനി അതിൻ്റെ പുറകെ നടക്കണ്ട. സൈമൺ മുതലാളി ഇന്നേ വരെ ആരുടെ മുൻപിലും തോറ്റു കൊടുത്തിട്ടില്ല. ഇനിയൊട്ട് തോറ്റു കൊടുക്കാനും പോകുന്നില്ല. ക്രൈം പോലീസല്ല, പട്ടാളം നോക്കിയാലും അയാളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മയും അയാളുടെ കൂടെയാണോ? എമിലി മൂർച്ചയോടെ കുഞ്ഞെന്നയെ നോക്കി. ഞാൻ ആരുടെ കൂടെയാണെന്ന് നിനക്കറിയത്തില്ലെങ്കിൽ പിന്നെ ആർക്കടി അറിയാവുന്നേ? ആ മറു ചോദ്യം വന്നതോടെ എമിലി വീണ്ടും നിശബ്ദയായി. നീ ഈ പാർട്ടിക്കാരുടെ കൂടെ നടന്നില്ലായിരുന്നെങ്കിൽ വല്ല വീട്ടിലും മുറ്റമടിക്കുകയും പാത്രം കഴുകുകയും തുണി അലക്കുകയും ചെയ്യുന്ന പണിയെങ്കിലും കിട്ടിയേനെ. ഇനിയിപ്പോൾ അതിനും ആരും വിളിക്കാണ്ടായല്ലോ. എമിലിയും കുഞ്ഞെന്നെയും ചില സമ്പന്ന കുടുംബങ്ങളിൽ വീട്ടുവേല ചെയ്തു കൊടുത്തിട്ടാണ് വല്ല വിധേനയും കുടുംബച്ചെലവ് നടത്തിക്കൊണ്ടിരുന്നത്. പഠിപ്പിക്കാനുള്ള പണമില്ലാത്തതിനാൽ ജാനറ്റിൻ്റെയും ഡെന്നിച്ചൻ്റെയും പഠിപ്പ് നിർത്തി. ജാനറ്റിന് +2 പരീക്ഷ എഴുതാൻ കഴിഞ്ഞു. ഡെന്നിച്ചൻ +2 പഠിപ്പിക്കുന്നില്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതുന്നില്ലെന്ന് ശടിച്ചു. പരീക്ഷ എഴുതണം മോനെ എന്ന് എമിലി നിർബന്ധിച്ചുമില്ല. ഭാവിയുടെ ചക്രവാളം ഇരുണ്ടു കിടക്കുന്നത് ശൗരിയുടെ തിരോധാനത്തോടെ തന്നെ എമിലി മനക്കണ്ണിൽ കണ്ടു കഴിഞ്ഞിരുന്നു. ഡെന്നിച്ചൻ SSLC പരീക്ഷ എഴുതിയാലും ഇല്ലെങ്കിലും, അത് പാസ്സായാലും ഇല്ലെങ്കിലും തങ്ങളുടെ കുടുംബത്തിലോ ഭാവി ജീവിതത്തിലോ ഒരു മാറ്റവും വരാൻ പോകുന്നില്ലെന്ന് എമിലിക്കറിയാമായിരുന്നു. 3 മാസത്തോളം ഡെന്നിച്ചൻ വെറുതെ വീട്ടിലിരുന്നു. സമപ്രായക്കാരായ കൗമാരക്കാരോടൊപ്പം വൈകുന്നേരങ്ങളിൽ കടപ്പുറത്ത് ഫുട്ബോൾ തട്ടിക്കളിച്ചു. ചിലപ്പോൾ വോളിബോൾ കളിച്ചു. വായനശാലയിൽ പോയിരുന്ന് ക്യാരംസ് കളിച്ചു. ഒടുവിൽ ചീട്ടുകളി പഠിച്ച് തെങ്ങിൻ ചുവട്ടിലേക്ക് ഇരിപ്പ് മാറ്റിയപ്പോൾ എമിലി പറഞ്ഞു, ഈ പണി ഈ വീട്ടിൽ നടക്കത്തില്ല. നാളെ മുതൽ വള്ളത്തെ പോയിക്കോ. ഞാൻ കടലിപ്പണിക്ക് പോകാനോ? നീ കടലി പണിക്ക് പോയാലെന്നാ? കടല് പറ്റിപ്പോകുക. എന്നെക്കൊണ്ട് വയ്യ. ഞാൻ കടലിലിറങ്ങൂല. എനിക്ക് പേടിയാ. അതുമാത്രമല്ല, എനിക്കിത്രയ്ക്കിത്രയല്ലേ പ്രായമുള്ളൂ. വല്ലതും തിന്നണമെങ്കിൽ മതി. പണിയെടുത്തോണ്ട് വന്ന് തന്നാ വെച്ച് വിളമ്പിത്തരും. ഈ വീട്ടിൽ വന്ന് അന്തി ഉറങ്ങാമില്ലെങ്കിൽ പൊക്കോണം എങ്ങോട്ടെങ്കിലും. ഡെന്നിച്ചൻ അമ്മയുടെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കി. ശൗരിക്കുട്ടി 10ാമത്തെ വയസ്സിൽ കടലിൽ പോയി പണി ചെയ്തിട്ട ഈ കുടുംബം പട്ടിണിയില്ലാതെ കഴിഞ്ഞത്. നിനക്ക് 6 വയസ്സ് കൂടുതലുണ്ടിപ്പം. അമ്മ, എനിക്കിഷ്ടമല്ല കടലിൽ പോകാൻ. പിന്നെങ്ങനെ ചെലവ് കഴിയും? അരി വാങ്ങണ്ടേ? ഉപ്പും മുളകും വാങ്ങണ്ടേ? ഡെന്നിച്ചൻ അമ്മയോട് പ്രതിഷേധിച്ച് 2 ദിവസം വീട്ടിൽ കയറാതെ അവിടെ അലഞ്ഞു നടന്നു. ഒരു രാത്രി കൂട്ടുകാരൻ്റെ വീട്ടുവരാന്തയിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് ആ കൂട്ടുകാരൻ അവനെ വിളിച്ചു മാറ്റി നിർത്തി പറഞ്ഞു, എന്നും ഇവിടെ കിടക്കാൻ പറ്റത്തില്ലട്ടാ. നിനക്ക് വീടില്ലെന്ന് അമ്മ ചോദിക്കണ. അടുത്ത ദിവസം രാത്രിയായപ്പോൾ ഡെന്നിച്ചൻ വീട്ടിൽ കയറി ചെന്നു. അവന് വിശക്കുന്നു. വീടിന് പുറത്ത് സ്നേഹക്കൂറിൽ കിട്ടുന്ന ഭക്ഷണം 1-2 നേരത്തേക്ക് മാത്രമേ ഉള്ളൂവെന്നും വീട്ടിൽ വിലയുള്ളവന് മാത്രമേ നാട്ടിലും വിലയുള്ളൂ എന്നും അവന് ബോധ്യമായി. എമിലി ഒന്നും ചോദിക്കാതെ മകന് കഞ്ഞി വിളമ്പിക്കൊടുത്തു. വിശപ്പിൻ്റെ ആർത്തിയാൽ വായയും തൊണ്ടയും പൊള്ളുന്നത് കൂടി അവഗണിച്ച് അവൻ നൊടിയിടയിൽ അത് കഴിച്ചു തീർത്തു. നിനക്ക് ഏതു വള്ളത്തിലാ കയറേണ്ടത്? ഡെന്നിച്ചൻ കഴിച്ച് എഴുന്നേൽക്കും മുൻപേ എമിലി ചോദിച്ചു. ആ ഭീകര സത്യത്തെ താൻ അഭിമുഖീകരിക്കുക തന്നെ വേണമെന്ന് ഡെന്നിച്ചന് തീർച്ചപ്പെട്ടു. അവൻ്റെ മനസ്സിൽ കൂടി ചൂളം കുത്തിക്കൊണ്ട് കടൽക്ഷോഭങ്ങളും കൊടുങ്കാറ്റുകളും ഭീമാകാരമായ തിരമാലകളും തകർന്ന വള്ളങ്ങളുടെ അവശിഷ്ടങ്ങളും ദുർമരണങ്ങളും കടൽ ജീവികൾ പാതി തിന്നു തീർത്ത മനുഷ്യജടങ്ങളും കര കാണാത്ത ആഴക്കടലും എല്ലാം കടന്നുപോയി. ആ അലയാഴിയിലേക്ക് ഒരു കച്ചിത്തുരുമ്പ് പോലെ ഇറങ്ങുന്ന ഡെന്നിച്ചനെ അവൻ മാറി നിന്ന് കണ്ടു. ദുർബലൻ, ഒന്നും അറിയാത്തവൻ, ഭീരു. ജീസസ് വള്ളത്തിൽ കയറ്റാവെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സെൻറ് തോമസ്. 2ലും ശൗരിക്കുട്ടി പോയിട്ടുള്ളതാ. അവനെ ആരും മറന്നിട്ടില്ലാത്തതുകൊണ്ട് നിനക്കൊരവസരം തന്നേക്കും, ചോദിക്കാം. അമ്മയല്ലേ പറഞ്ഞത് നല്ലോണം പഠിച്ച ഡോക്ടറാകാമെന്ന്, എൻജിനീയർ ആകാമെന്ന്, കളക്ടറാകാമെന്ന്. പാവങ്ങളുടെ വീട്ടിൽ നിന്ന് പലരും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെന്ന്. നീ നല്ലോണം പഠിച്ചാ? ഇല്ലേ? എല്ലാ ക്ലാസ്സിലും ജയിച്ചില്ലേ? നല്ല മാർക്കും വാങ്ങിയില്ലേ? കുറച്ച് A+ഉം Aയും വാങ്ങിച്ചുകൊണ്ട് മാത്രം പഠിത്തമായില്ല. ക്ലാസ്സിന് പുറത്തും വീട്ടിനകത്തും പഠിക്കാനുണ്ട്. അതൊന്നും നീ പഠിച്ചില്ല. ഡെന്നിച്ചന് അത് മനസ്സിലായില്ല. നമ്മളെപ്പോലത്തെ പാവങ്ങൾ ഈ കടപ്പുറത്ത് വേറെയുമുണ്ടല്ലോ. അവരെങ്ങനെ ജീവിക്കണമെന്ന് കണ്ടുപഠിക്കണം. വീട്ടിനകത്തുള്ളവരുടെ വേദനയും വിഷമവും കണ്ടുപഠിക്കണം. അതൊക്കെ ആർക്കാ അറിയാത്തത്?
എന്നിട്ട് കണ്ടില്ലല്ലോ ആ അറിവ്. 10ാമത്തെ വയസ്സ് മുതൽ 14ാമത്തെ വയസ്സ് വരെ ശബരിക്കുട്ടി കടലിൽ പോയി പണിയെടുത്ത് ഉണ്ടാക്കിയ ചോറ നീ ഉണ്ടതെന്ന് ഒരിക്കലെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. തോന്നിയിരുന്നെങ്കിൽ അവനെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ നിന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വന്നേനെ. ഇന്ന് നീ കുടിച്ച കഞ്ഞി നിന്റെ വല്യമ്മച്ചി 72ാം വയസ്സിൽ അന്യ വീട്ടിൽ പോയി എച്ചിൽ പാത്രം കഴുകി കൊടുത്തിട്ട് കിട്ടിയ കാശിന് അരി വാങ്ങി വെച്ചുണ്ടാക്കിയതെന്ന് നിനക്കറിയാവോ? ഇല്ല. ഇതൊക്കെയാ ആദ്യം അറിഞ്ഞിരിക്കേണ്ട അറിവ്. അത് കഴിഞ്ഞിട്ട് മതി ഡോക്ടറും എഞ്ചിനീയറും ആകാനുള്ള അറിവ്. ശബരിക്കുട്ടി എൻ്റെ അപ്പൻ്റെ മകനല്ലല്ലോ, പിന്നെന്തിനാ ഞാനതറിയുന്നേ? കത്തിമുന കൊണ്ട് തൊണ്ടയ്ക്ക് കുത്തിയമർത്തിയ പോലെ എമിലി 2 നിമിഷം അനക്കമറ്റ് ധരിച്ചിരുന്നു. അവൻ കൊണ്ടുവന്ന ചോറ് വെട്ടി നേരത്ത് നീ ഓർത്തില്ലേ നിന്റെ അപ്പൻ്റെ മകൻ കൊണ്ടുവന്ന ചോറല്ലല്ലോ എന്ന്? 4 കൊല്ലക്കാലം തിന്നല്ലോ അവൻ്റെ ചോറ് വയറു നിറച്ച്. അപ്പോഴൊന്നും നിനക്ക് തോന്നിയില്ലേടാ? ഡെന്നിച്ചന് മിണ്ടാട്ടമില്ല. ഒരേ അപ്പന് ജനിച്ച മക്കളല്ല കൂടപ്പറപ്പാകുന്നത്, ഒരേ അമ്മയ്ക്ക് ജനിച്ച മക്കളാ, ഒരേ വയറ്റിൽ ജനിച്ച മക്കളാ, എമിലി പറഞ്ഞു. ഡെന്നിച്ചൻ കഞ്ഞിപ്പാത്രം നിരക്കി മാറ്റി എഴുന്നേറ്റു. നീ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ഒക്കെ ആകണമെന്ന് ആശിച്ചതും പ്രാർത്ഥിച്ചതും നീയല്ല, ഞാനാ. അതൊക്കെ ആകണമെങ്കിൽ നീ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. നാളെ മുതൽ ഞാൻ കടലിൽ പോയാൽ മതിയല്ല? പോയിക്കോളാം, കൂടുതൽ പറയണ്ട. അവിടം മുതൽ നീ പഠിച്ചു തുടങ്ങണം. ഡോക്ടറും കളക്ടറുമാകാൻ നിനക്ക് ഇനിയും സമയമുണ്ട്. പക്ഷേങ്കിൽ പഠിക്കണം. പുസ്തകം മാത്രം പഠിച്ചാൽ പോരാ. എനിക്കൊന്നും ആകണ്ട. നാളെ മുതൽ വള്ളത്തെ പോയാൽ മതി. ഏത് വള്ളത്തെ കയറണമെന്ന് പറഞ്ഞാൽ മതി. അതും നീ തന്നെയാ കണ്ടുപിടിക്കേണ്ടത്. ശബരിക്കുട്ടിയെ കടലിപ്പണിക്ക് പറഞ്ഞയച്ചതും വള്ളത്തെ കയറ്റിയതും ഞാനല്ല. അറിഞ്ഞപ്പോൾ പോകണ്ടെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷേ അവൻ പോയി. അവൻ പല വള്ളത്തെ കയറി കടലിൽ പോയി പണിയെടുത്തിട്ടുണ്ട്. അതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. എമിലി പറഞ്ഞു നിർത്തി. ഡെന്നിച്ചൻ വരാന്തയിൽ പോയി ചുമരം ചാരിയിരുന്നു. രാത്രിക്ക് ഇരുട്ട് കൂടുതലാണെന്ന് അവന് തോന്നി. ഭൂമി മാത്രമല്ല ആകാശവും കറുത്തിരണ്ട് കിടക്കുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഡെന്നിച്ചനെ മുറിയിലേക്ക് കാണാഞ്ഞ എമിലി എഴുന്നേറ്റ് ചെന്ന് നോക്കി. ഡെന്നിച്ചൻ തിണ്ണയുടെ വെറും തറയിൽ നീണ്ടു നിവർന്നു കിടക്കുകയാണ്. ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എമിലിക്ക് കരച്ചിൽ വന്നു. 16 വയസ്സ് മാത്രമുള്ള ബാലൻ, പഠിച്ചും കളിച്ചും ചിരിച്ചും കഴിയേണ്ട പ്രായം. അവനെയാണ് കുടുംബ ചുമതലകളെക്കുറിച്ച് പഠിപ്പിക്കാനും അത് ഏൽപ്പിച്ചു കൊടുക്കാനും താൻ തുനിഞ്ഞത്. അവൾ അവൻ്റെ അരികെ നിലത്തായിരുന്നു. ചിന്താഭാരം കൊണ്ട് അവളുടെ മനസ്സിടിഞ്ഞതാണോ? മനുഷ്യൻ്റെ ജനന മരണങ്ങൾക്കും ജീവിതത്തിനും ഒരർത്ഥവുമില്ലെന്ന് അവൾക്ക് തോന്നി. എറുമ്പുകളെയും പുഴുക്കളെയും പോലെ തന്നെ മനുഷ്യരും ജീവിക്കുന്നു, ആഹാരം ശേഖരിക്കുന്നു, പ്രത്യുൽപാദനം നടത്തുന്നു, മരിക്കുന്നു. കോടാനുകോടി ജീവജാലങ്ങൾ ഈ പ്രക്രിയ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഡെന്നിച്ചൻ്റെ തലയിലൂടെ യാന്ത്രികമായി കൈയോടിച്ചുകൊണ്ട് അവൾ ചിന്തയിൽ മുഴുകി. തൻ്റെ മക്കളിലാരും കടലിൽ പോയി അന്നം തേടേണ്ടി വരരുതെന്ന് ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത തനിക്ക് കടലാണ് ഏറ്റവും വലിയ ഭീഷണിയെന്ന് അവൾക്കിപ്പോൾ ബോധ്യപ്പെട്ടു. ആഞ്ചലോസ് വള്ളത്തിൽ പോകുന്ന കാലത്ത് അനുഭവിച്ചിട്ടുള്ള ആശങ്കയ്ക്കും സങ്കടത്തിനും കണക്കില്ല. മക്കളുണ്ടായപ്പോൾ പ്രതിജ്ഞയെടുത്തു, അവരെ കടലിന് കൊടുക്കില്ല. ആഞ്ചലോസിനെ പിടിച്ചെടുത്തുകൊണ്ട് കടൽ എമിലിയെ വെല്ലുവിളിച്ചു. ഭൂമിയുടെ 2/3 ഭാഗവും നിറഞ്ഞു കിടക്കുന്ന എന്നോടോ നിന്റെ വെല്ലുവിളി? നീ ആര്? ശബരിക്കുട്ടിയെ കാണാതായിട്ട് വർഷം 1 തികഞ്ഞിരിക്കുന്നു. കരമാർഗമല്ല അവനെ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ ശൗരിയെ നിശബ്ദനാക്കിയത് കടലിൻ്റെ കൂടി നിഗൂഢവും അഗാധവുമായ പങ്കാളിത്തത്തോടെയാണ്. എന്നിട്ട് വീണ്ടും കൈകാട്ടി വിളിക്കുന്നു. അടുത്തവൻ എവിടെ? വാ. എമിലി കാലത്ത് 8 മണിക്ക് ഡെന്നിച്ചനെയും കൂട്ടി ജർമ്മിച്ചായൻ്റെ വീട്ടിലെത്തിയപ്പോൾ രാത്രി മീൻപിടുത്തം കഴിഞ്ഞ് ഫ്രാങ്കോയും ഡാനിയലും തിരിച്ചു വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ശൗരിയുടെ എന്തേലും വിവരമുണ്ടോ? ഫ്രാങ്കോ കുശലം ചോദിച്ചു. ഒന്നുമില്ല. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാമെന്ന് സമ്മതിച്ചു. ഓ, അതുകൊണ്ടെന്നാ കാര്യം? പോലീസെല്ലാം ഒന്നല്ലേ? ഡാനിയൽ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് പല കേസും തെളിയിച്ചിട്ടുണ്ടെന്നാ എല്ലാവരും പറയണത്. അതൊക്കെ പോലീസിനും കൂടെ താല്പര്യമുള്ള കേസുകളല്ലേ? അവർക്ക് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ലോക്കൽ പോലീസ് പോരെ? ധാരാളം. എല്ലായിടത്തും മനുഷ്യന്മാർ തന്നെയാണല്ലോ, ഫ്രാങ്കോ പറഞ്ഞു. ഏതായാലും ക്രൈംബ്രാഞ്ചും കൂടി നോക്കട്ടെ, എമിലി പിറുപിറുത്തു. സൈമൺ മുതലാളി അറിയാണ്ട് ശൗരിക്കുട്ടി എവിടെ പോകാനാ? എല്ലാവരും രഹസ്യമായിട്ട് പറയണത് സൈമൺ മുതലാളിയുടെ ആൾക്കാർ ശൗരീനെ ഒരു വീപ്പയ്ക്കകത്ത് കയറ്റി നിർത്തി കോൺക്രീറ്റ് ഇട്ട് നിറച്ച് സെറ്റാക്കിയിട്ട് പുറംകടലിൽ കൊണ്ടുപോയി താഴ്ത്തിന്ന. എമിലിയുടെ നെഞ്ചു പിളർന്ന് ഒരിടിവാൾ കടന്നുപോയി. നിങ്ങളെന്നാ വർത്തമാനമാ ഈ പറയുന്നേ? വരാന്തയിലേക്ക് വന്ന ലീനാമ്മ ദേഷ്യപ്പെട്ടു.
വല്ലവരും വായിക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് അതൊക്കെ എമിലി ചേച്ചിയുടെ അടുത്ത് വിളമ്പണോ? ഒരു ബോധം വേണ്ടേ? അല്ല, എമിലി ചേച്ചി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ, ഡാനിയൽ ചോദിച്ചു. വീട്ടിലത്തെ കാര്യങ്ങൾ വലിയ വിഷമത്തില്ല. പണിയില്ലല്ലോ ആർക്കും. ഇവനെ കൂടെ വള്ളത്തിൽ കൊണ്ടുപോയ വലിയ ഉപകാരമായിരുന്നു. ഫ്രാങ്കോയും ഡാനിയലും ഡെന്നിച്ചനെ നോക്കി. ഇവന് വല്ലതും അറിയാവോ? ഇവൻ പഠിച്ചുകൊണ്ട് നടക്കുവല്ലേ? എടാ, നീ ശരിക്ക് കടൽ കണ്ടിട്ടുണ്ടോ? ഡെന്നിച്ചൻ പതറി. അവന് ഒന്നും അറിയില്ല. എല്ലാം ഒന്നേന്ന് മുതൽ പഠിക്കണം. അവൻ പെട്ടെന്ന് പഠിച്ചോളും, എമിലി പറഞ്ഞു. ഇവനെത്രയാ വയസ്സ്? 16. ശൗരി 10-ാം വയസ്സിൽ കടലിൽ പണിക്കിറങ്ങി. ശൗരിക്കുട്ടി 10-ാം വയസ്സിലും പുലിക്കുട്ടിയായിരുന്നു. കടലിലെ എല്ലാ അഭ്യാസവും അവനറിയായിരുന്നു. ഞങ്ങളുടെ അച്ചായൻ പഠിപ്പിച്ചു കൊടുത്തതാ. അതുപോലെയാണോ ഇവൻ? ഫ്രാങ്കോ അവനെ ചുഴിഞ്ഞു നോക്കി. നിനക്ക് കടലിൽ പോകാൻ പേടിയുണ്ടോടാ? ഡെന്നിച്ചൻ പതറി. ഉള്ള സത്യം അവനങ്ങ് തുറന്നു പറഞ്ഞു. അധ്യായം 18. വെളുപ്പിന് 4 മണി മുതൽ എമിലി ഡെന്നിച്ചനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നതാണ്. അവനൊന്നും മൂളും, ഒന്നും ഞരങ്ങും, എന്നിട്ട് ഒന്നും കൂടി ചുരുണ്ടുകിടക്കും. എമിലി അവൻ്റെ ശരീരം പിടിച്ചു കുലുക്കും. എണീക്കടാ, എടാ എണീക്കാൻ. എണീക്കാന്ന് പറഞ്ഞല്ലോ, എണീക്കാന്ന്. നിനക്ക് തോന്നുമ്പോൾ എണീറ്റാ മതിയോ? എടാ, വള്ളത്തിൽ പോണ്ടേ? നാളെ പോകാം അമ്മ. പറ്റത്തില്ലെന്ന്, ഇന്ന് തന്നെ പോണം. എമിലി അവൻ്റെ ശരീരം വിട്ടുരുട്ടി. അമ്മ, ഒരു 5 മിനിറ്റ്, ഒരു 3 മിനിറ്റ് കൂടെ അമ്മ. ഒടുവിൽ എമിലി 2 കൈയും വെള്ളത്തിൽ മുക്കിക്കൊണ്ടുവന്ന് അവൻ്റെ മുഖവും തലയും തടവി. ഡെന്നിച്ചൻ ആ കൈകൾ തട്ടിമാറ്റി. എന്നാ പണിയാ കാണിക്കുന്നേ? പായന്മേൽ എണീറ്റിരുന്ന് അവൻ എമിലിയോട് തട്ടിക്കയറി. കടലിപ്പണിക്ക് പോകണ്ടേ? പോത്തുപോലെ കിടന്നുറങ്ങിയാൽ മതിയോ? ഞാൻ പോണില്ല കടലിപ്പണിക്ക്. നീ ഇന്നലെ പറഞ്ഞില്ലേ പോകാന്ന്? അതിന്നലെ. ഇന്നിപ്പോൾ എനിക്ക് മനസ്സില്ല പോകാൻ. മുഖത്തെല്ലാം തണുത്ത വെള്ളം പുരണ്ടതിൻ്റെ ദേഷ്യത്തിലാണ് ഡെന്നിച്ചൻ. വള്ളക്കാർ നോക്കിയിരിക്കും, നീ ചെല്ലാൻ വേണ്ടി. എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന്. ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ ഏഷ്യ വിട്ടുമാറാതെ അവൻ ശാഠ്യത്തിൽ തന്നെ നിന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, പരീക്ഷ എഴുതേണ്ട ദിവസങ്ങളിൽ പോലും അവൻ 7 മണിക്ക് ഉണർന്നെണീറ്റിട്ടില്ല. പുലർച്ചെ 6 മണിക്കുള്ള ഭൂമിയോ സമയമോ അവൻ കണ്ടിട്ടേയില്ല. ഉറങ്ങാൻ ഏറ്റവും സുഖമുള്ള സമയം നേരം വെളുത്ത ശേഷമാണെന്നാണ് ഡെന്നിച്ചൻ്റെ അഭിപ്രായം. ആ ഡെന്നിച്ചനെയാണ് വെളുപ്പിന് 4 മണിക്ക് വിളിച്ചുണർത്തുക എന്ന ക്രൂരകൃത്യത്തിന് എമിലി ഇരയാക്കിയത്. പറ്റത്തില്ലെങ്കിൽ വേണ്ട, തിന്നാൻ നേരത്ത് നീ വാ, ഞാൻ വിളമ്പിത്തരാം. ഡെന്നിച്ചൻ ശൗരിയെപ്പോലെയല്ല. ഒരു നേരം ആഹാരം കിട്ടിയില്ലെങ്കിൽ അവന് ബാധ കയറും. ശൗരി 3 ദിവസം വേണമെങ്കിലും പട്ടിണി കിടക്കും. എമിലി പറഞ്ഞാൽ പിന്നെ അതിനിളക്കമില്ലെന്ന് ഡെന്നിച്ചനറിയാം. ഇന്ന് നിനക്ക് പച്ചവെള്ളം പോലും ഈ വീട്ടിൽ നിന്ന് തരില്ല എന്ന് എമിലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ പിറ്റേന്ന് നേരം പുലരണം. ഡെന്നിച്ചൻ കിടക്കപ്പായയിലിരുന്ന തലമാന്തി കണ്ണു തിരുമ്മി കൂട്ടുവായിട്ടു. എന്തായാലും എണീറ്റില്ലേ, പോയേക്കാം. ഡെന്നിച്ചൻ ആരോടെന്നില്ലാതെ ദേഷ്യം പൊണ്ടു. എമിലി അവന് കട്ടൻ കാപ്പി ഇട്ടുകൊടുത്തു. ശൗരിക്കുട്ടിയുടെ തൊപ്പിയും സഞ്ചിയും എടുത്തുകൊടുത്തു. എമിലി അവനെയും കൂട്ടി ഫ്രാങ്കോയുടെ വീട്ടിലേക്ക് നടന്നു. ഫ്രാങ്കോയ്ക്കോ ഡാനിയലിനോ അവനെ വള്ളത്തിൽ കയറ്റാൻ തീരെ താല്പര്യമുണ്ടായിട്ടല്ല സമ്മതിച്ചത്. അവന് കടലിൽ പോകാൻ പേടിയാണെന്നും വള്ളത്തിലെ പണി ഇഷ്ടമല്ലെന്നും പറഞ്ഞപ്പോൾ ഫ്രാങ്കോ അവനോട് വീട്ടിൽ പോയിരിക്കട എന്ന് ദേഷ്യപ്പെട്ടതാണ്. എമിലിയുടെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ ലീനാമ്മയ്ക്ക് ഒരലിവ് തോന്നി. ശൗരിക്കുട്ടിയെ പെറ്റ സ്ത്രീയാണല്ലോ മുൻപിൽ നിൽക്കുന്നതെന്ന് ഓർത്തുപോയി. ശൗരിക്കുട്ടിയെ ലീനാമ്മയ്ക്ക് മറക്കാൻ പറ്റില്ല. ശൗരിക്ക് നല്ല മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് അവൻ ഫ്രാങ്കോയുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ശൗരിയെ ജീസസ് വള്ളത്തിൽ നിന്ന് പിരിച്ചുവിട്ട കാലത്തും അവൻ ആ പതിവ് തെറ്റിച്ചിട്ടില്ല. സെന്റ് തോമസിലും ശ്രീമുരുകനിലും മറ്റു വള്ളങ്ങളിലും പണിയെടുക്കുമ്പോഴും നല്ല മീൻ കിട്ടിയാൽ അതിലൊരു വിഹിതം ലീനാമ്മയുടെ ചട്ടിയിൽ എത്തിയിരിക്കും. ലീനാമ്മയോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടല്ല, ഫ്രാങ്കോയോടോ ഡാനിയലിനോടോ ഉള്ള കടപ്പാടുകൊണ്ടുമല്ല, അത് അവൻ ജർമ്മിച്ചായന് കൊടുക്കുന്ന സമ്മാനമാണെന്ന് അവർക്കെല്ലാം അറിയാം. അവനും കൂടെ പോരട്ടെ ചേട്ടാ, അവൻ്റെ പേടിയൊക്കെ മാറിക്കോളും, പണിയൊക്കെ അവൻ പഠിച്ചോളും. അവൻ കൊച്ചല്ലേ, അതുകൊണ്ട് പറയുന്നതാ. ലീനാമ്മയുടെ പിന്താങ്ങലും കൂടിയായപ്പോൾ ഫ്രാങ്കോ ഡാനിയലിനെ നോക്കി. ഡാനിയൽ ഒരു നോട്ടം കൊണ്ട് ഒന്നും കൂടി ഡെന്നിച്ചനെ അളന്നിട്ടാണ് സമ്മതം മൂളിയത്. 4:30 മണിക്ക് എമിലി ഡെന്നിച്ചനെയും കൂട്ടി ജീസസ് വള്ളത്തിനടുത്തെത്തി. കടപ്പുറം ഇപ്പോഴേ സജീവമാണ്. കടലിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന വള്ളങ്ങൾ, മീൻപിടുത്തം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന വള്ളങ്ങൾ. ജീസസും പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. എമിലിയും ഡെന്നിച്ചനും വന്നതും നോക്കി നിൽക്കുന്നതുമൊന്നും കാണാത്ത മട്ടിലാണ് അവരുടെ പ്രവൃത്തികൾ. 2 പേർ മണ്ണെണ്ണ നിറച്ച കന്നാസ് കയറ്റും. വേറൊരാൾ സ്റ്റവും പാത്രങ്ങളും കൊണ്ടുവയ്ക്കുന്നു. അടുത്തയാൾ ശുദ്ധജലം നിറച്ച ജാറുകൾ കയറ്റുന്നു. വല നേരത്തെ കയറ്റി വച്ചിട്ടുണ്ട്.
ഒടുവിൽ ഫ്രാങ്കോ ഡെന്നിച്ചനോട് പറഞ്ഞു, കയറട വള്ളത്തിലോട്ട്. ഡെന്നിച്ചിന് കയറാൻ പോലും അറിഞ്ഞുകൂടാ. ഡാനിയലും മറ്റൊരാളും ചേർന്ന് പിടിച്ചു കയറ്റി. ഇവനെയൊക്കെ കടലിൽ കൊണ്ടുപോയിട്ടെന്തിനാ? നട്ടുച്ച വെയിലിന് ഇവൻ തൊട്ടാവാടി പോലെ വാടിക്കിടക്കും. രജീഷ് പറഞ്ഞു. എടാ, നീയും ഞാനുമൊക്കെ അങ്ങനായിരുന്നു തുടക്കത്തിൽ. ഫ്രാങ്കോ രജീഷിനെ ശാസിച്ചു. വള്ളം നീങ്ങി തുടങ്ങിയപ്പോൾ ഡെന്നിച്ചൻ തിരിഞ്ഞ് കരയിലേക്ക് നോക്കി. അമ്മ നോക്കി നിൽക്കുന്നു. അത് കണ്ടപ്പോൾ അവന് ആശ്വാസം തോന്നി. പക്ഷേ തിരിഞ്ഞു കടലിലേക്ക് നോക്കിയപ്പോൾ വല്ലാത്തൊരു പേടി അവനെ ഗ്രസിച്ചു. താൻ തിരിച്ചു വരുമോ? പകൽ കാണുന്ന നീലക്കടലല്ല, ഇത് ഇരുട്ടിൻ്റെ കൂടി കടലാണ്. നക്ഷത്രങ്ങളും നിലാവുമുള്ള ആകാശം വിദൂരതയിൽ വെച്ച് കടലുമായി കൂടിക്കലരുന്നുണ്ട്. തീപ്പൊരികൾ, മിന്നാമിനുങ്ങുകൾ, തെളിച്ചു വെച്ച ടോർച്ചുകൾ, ഇങ്ങനെയെല്ലാമാണ് കടലിൽ വിവിധ ദൂരങ്ങളിൽ മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്ന വള്ളങ്ങളിലെയും ബോട്ടുകളിലെയും വെളിച്ചം കണ്ട് അവന് തോന്നിയത്. തണുത്ത കടൽക്കാറ്റേറ്റ് അവൻ്റെ നെഞ്ചിൻകൂട് തണുത്തു. ഡെന്നിച്ചൻ വീണ്ടും തിരിഞ്ഞു നോക്കി. കരയിൽ ഒരു നിഴൽ പോലെ അമ്മയുടെ അവ്യക്തരൂപം. നോക്കി നിൽക്കെ അതും ഇരുട്ടിൽ മുങ്ങി. ഡെന്നിച്ചൻ്റെ കണ്ണുകളിൽ കണ്ണീർപ്പാട വന്നു മൂടി. ജീവിതത്തിൻ്റെ കരയിൽ നിന്ന് മരണത്തിൻ്റെ കടലിലേക്കാണ് തൻ്റെ ഈ യാത്രയെന്ന് അവന് തോന്നി. കടലിൽ പോയിട്ട് തിരിച്ചു വരാത്ത പലരെക്കുറിച്ചും അവൻ കേട്ടിട്ടുണ്ട്. അതിലൊരാളായിരുന്നു അവൻ്റെ അപ്പൻ ആഞ്ചലോസ്. കടലിൽ വെച്ച് എന്തും സംഭവിക്കാം. ഓർക്കപ്പുറത്ത് കടൽ ക്ഷോഭിക്കാം, സുനാമി ഉണ്ടാകാം, വള്ളം മുങ്ങാം, വള്ളത്തിൽ കപ്പലോ ബോട്ടോ വന്നിടിക്കാം. അങ്ങനെ അപകട സാധ്യതകൾ അനവധിയാണെന്ന് ഡെന്നിച്ചൻ ഓർത്തു. കടപ്പുറത്ത് നോക്കി നിന്ന എമിലിയുടെ കണ്ണിലും കണ്ണീരായിരുന്നു. വള്ളം പോകുന്ന വെളിച്ചം ഇപ്പോഴും കാണാം. കുറെ പടിഞ്ഞാട്ട് സഞ്ചരിച്ച ശേഷം അത് വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു. തൻ്റെ ഇളയ മകൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് പോലും നിശ്ചയമില്ല എന്ന് എമിലി ഹൃദയവ്യതയോടെ ഓർത്തു. ഇനി ഒരു മകനേയുള്ളൂ. അവനെയും കടലിലേക്ക് തന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഡെന്നിച്ചിന് കടലിൽ പോകാനുള്ള മടിയും അവൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയും അലസതയും എല്ലാം എമിലിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യമുളവാക്കിയിരുന്നു ഇന്നലെ വരെ. എന്നാൽ ഇപ്പോൾ അവനെയോർത്ത് അവൾക്ക് സങ്കടം അടക്കാൻ കഴിയുന്നില്ല. തനിക്ക് എന്നെങ്കിലും കടലിൽ പോകേണ്ടി വരുമെന്ന് ഡെന്നിച്ചൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ലെന്ന് എമിലിക്ക് അറിയാം. അവനെ താൻ വളർത്തിയത് ഒരു മത്സ്യത്തൊഴിലാളിയാകാൻ വേണ്ടിയല്ല. അവൻ പഠിച്ച് എന്തെങ്കിലും ഒരു ഉദ്യോഗത്തിൽ എത്തിച്ചേരുമെന്ന് തന്നെയായിരുന്നു എമിലിയുടെ ഉറച്ച വിശ്വാസം. അവൾ അങ്ങനെ ഡെന്നിച്ചനോട് അനേകം തവണ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ, നിനക്കെങ്കിലും കടലിൽ പോയി മീൻ പിടിച്ചോണ്ട് വന്ന് വിറ്റ് ജീവിക്കേണ്ട ഗതികേട് വരരുത്. നല്ലോണം പഠിച്ചോ. നിനക്ക് എവിടെങ്കിലും ഒരു ജോലി കിട്ടും. ഡെന്നിച്ചൻ പഠിക്കാനും മോശമായിരുന്നില്ല. എല്ലാ ക്ലാസ്സുകളിലും ഒന്നാമനായിരുന്നില്ലെങ്കിലും ആദ്യത്തെ 10 പേരിൽ അവനും ഉൾപ്പെട്ടിരുന്നു. പഠിപ്പ് നിർത്തേണ്ടി വന്നതിൻ്റെ വിഷമം അവൻ്റെ നെഞ്ചിൽ ഇപ്പോഴും കെട്ടിക്കിടപ്പുണ്ടെന്ന് എമിലിക്ക് അറിയാം. അതും പോരാഞ്ഞ് കടലിൽ പോകാൻ പേടിയുള്ള തൻ്റെ മകനെ കുറച്ച് അന്യരുടെ കൂടെ കടലിലേക്ക് തന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത് ഓർത്തപ്പോൾ എമിലിക്ക് കരച്ചിൽ വന്നു. തൻ്റെ പോലൊരു ദുർബുദ്ധി ഈ കടപ്പുറത്ത് മറ്റേതെങ്കിലും ഒരു പെണ്ണിനുണ്ടോ എന്ന് അവൾ ആലോചിച്ചു നോക്കി. ഇല്ലെന്നുള്ള മനസ്സിൻ്റെ ഉത്തരം കഠിനവും ഉഗ്രവും ദൃഢവുമായിരുന്നു. ഇല്ല, തന്നെപ്പോലെ ദുർവിധികളെ നേരിട്ട ഒരു പെണ്ണുമില്ല. ജീവിതത്തിൽ സന്തോഷിച്ച ദിവസങ്ങൾ വിരലിൽ എണ്ണിയെടുക്കാമെന്ന് അവൾക്ക് തോന്നി. അത്രമേൽ തുച്ഛമാണ് ശൈശവം, ബാല്യകാലം, വിവാഹിതയായ ശേഷം ആഞ്ചലോസിൻ്റെ ഒപ്പം ജീവിച്ച കുറേ ദിവസങ്ങൾ, ജാനറ്റുണ്ടായ ദിവസം, ഡെന്നിച്ചിനെ പ്രസവിച്ച ദിവസം, അത്രയൊക്കെയേ ഉള്ളൂ. ബാക്കി സ്പർശനങ്ങൾ കൊണ്ട് തലോടിക്കൊണ്ടിരിക്കുകയാണെന്ന് താൻ വിശ്വസിച്ച വിധിയുടെ കനത്ത കൈ ഒരൊറ്റ അടിയാണ് പിന്നീട് തന്നത്. ആഞ്ചലോസിനെ കടലിൽ കൊണ്ടുകളഞ്ഞതുവഴി വീണ് നിലംപരിശായി പോയ താൻ എഴുന്നേൽക്കുന്നതിന് മുൻപേ അടുത്ത അടി കിട്ടി. കാരക്കാട്ട് സൈമൺ തരകൻ്റെ മൃഗീയതയ്ക്ക് മുന്നിൽ എറിഞ്ഞുകൊടുത്തതുവഴി പിന്നെ ഇങ്ങോട്ട് തുടരെ പ്രഹരങ്ങളായിരുന്നു. ശൗരിക്കുട്ടിയെ തട്ടിയെടുത്തതുകൂടി ഓർത്തപ്പോഴേക്കും എമിലിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഒരനാഥ ബാലികയെപ്പോലെ ആ കടപ്പുറത്തെ ഇരുട്ടിൽ നിന്ന് കരഞ്ഞു. കടൽക്കാറ്റ് അവളുടെ മുഖത്ത് വന്ന് തട്ടിയും തലോടിയും കണ്ണീരുപ്പിന് കെഞ്ചിക്കൊണ്ടിരുന്നു. ഡെന്നിച്ചൻ കയറിപ്പോയ വള്ളം ദൂരെ ഒരു കനലൊളി മാത്രമായി. പിന്നെ അതൊരു മിന്നാമിനുങ്ങായി. കടലിലെ അനേകം മിന്നാമിനുങ്ങുകളിലൊന്നായി. ജീസസ് കാറ്റിനും തിരമാലകൾക്കുമിടയിൽ ആടിയുലഞ്ഞ് കയറിമറിഞ്ഞ് ആഴക്കടലിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഡെന്നിച്ചൻ്റെ കാഴ്ചയിൽ കര ഒരു കറുത്ത വര മാത്രമായി അവശേഷിച്ചു. ഒടുവിൽ ആ വരയും മാഞ്ഞു. അവൻ്റെ വയറിനുള്ളിൽ ഒരു കടൽ ഇളകിമറിഞ്ഞു. വള്ളത്തിൻ്റെ വിളുമ്പിൽ ഇരു കൈയും ഊന്നി കമിഴ്ന്നു നിന്ന് അവൻ വെള്ളത്തിലേക്ക് ഛർദ്ദിച്ചു. അതിന് ഒരവസാനമില്ലെന്നും താൻ മരിച്ചു പോയേക്കുമെന്നും അവന് തോന്നി. അവന് കടൽ ചുരുക്ക് ബാധിച്ചിരുന്നു. കാലത്ത് 11 മണിക്ക് പണിയൊക്കെ തീർത്ത്
നാട്ടുകാര്യം പറയാൻ വന്ന മറിയമ്മ കുഞ്ഞന്നയോട് ചോദിച്ചു, നമ്മുടെ ഡെന്നിച്ചിനെ കടലിപ്പണിക്ക് വിട്ടെന്ന് ജാനറ്റ് പറഞ്ഞല്ലോ, ശരിയാണോ? ആ ശരിയാ, കുഞ്ഞന്ന സമ്മതിച്ചു. അയ്യോ പാവം, ആ ചെറുക്കനെ അതിന് വല്ലതിനും കൊള്ളാവോ? ഒരൊറ്റ ഉച്ചവെയിലിന് അവൻ കരിഞ്ഞു പോകുമല്ലോ. കടലിലെ വെയിലിന് മറയുണ്ടോ? പോയി പഠിക്കട്ടെ. കടലിൽ പോണ എല്ലാവർക്കും ആദ്യത്തെ ഒരു ദിവസം കടക്കാതെ പറ്റത്തില്ലല്ലോ. ശൗരിക്കുട്ടി 10ാം വയസ്സിൽ വെള്ളത്തിൽ കയറിയില്ലേ? കുഞ്ഞന്ന പറഞ്ഞു. ശൗരിക്കുട്ടിയെ കൂട്ടണ്ട, അത് കടലിൻ്റെ സന്തതിയാ. അവൻ കരയ്ക്ക് ജീവിച്ചതിനേക്കായാലും കൂടുതൽ വെള്ളത്തിലായിരുന്നു. അവനെപ്പോലൊരു ചെക്കനെ കണി കാണാൻ കിട്ടുമോ ഇനിയുള്ള കാലത്ത്? മറിയമ്മയുടെ സ്വരത്തിലൊരു വിഷാദം പുരണ്ടിരുന്നു. വേറൊരു വിശേഷം അറിഞ്ഞോ? മറിയമ്മ അടുത്ത വിഷയത്തിലേക്ക് കടന്നു. നമ്മുടെ ജയശീലനില്ലേ, കൂട്ടുപുഴിക്കിലെ, ഓർക്കുന്നുണ്ടോ? കുഞ്ഞന്നയ്ക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. ശ്രീലങ്കക്കാര് പിടിച്ചോണ്ടു പോയില്ലേ അങ്ങ് രാമേശ്വരം കടലിൽ നിന്ന്? ഇപ്പോൾ കുഞ്ഞന്നയ്ക്ക് ഓർമ്മ വന്നു. കൂട്ടുപുഴിക്കിലെ ജയശീലൻ തൂത്തുക്കുടിയിൽ നിന്ന് ഫിഷിംഗ് ബോട്ടിൽ മത്സ്യബന്ധനത്തിന് പോയതാണ് 4 വർഷം മുമ്പ്. നീണ്ടകരയിലെ ഹരിദേവൻ മുതലാളിയുടേതായിരുന്നു ബോട്ട്. ശ്രീലങ്കയുടെ സമുദ്രാതിർത്തി ലംഘിച്ചുവെന്നതിൻ്റെ പേരിൽ 2006 ആണ്ട് ജൂലൈ മാസത്തിൽ ശ്രീലങ്കൻ നാവികസേന പിടിച്ചെടുത്തു കൊണ്ടുപോയതാണ് ബോട്ട്. അതിലുണ്ടായിരുന്ന 18 മത്സ്യത്തൊഴിലാളികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇപ്പോൾ 4 വർഷമായി. 2009 തമിഴ് പുലികളുടെ സൈന്യമായ LTTയും അവരുടെ ലീഡർ വേലുപ്പിള്ള പ്രഭാകരനും നശിപ്പിക്കപ്പെടുന്നതുവരെ നേതാജി എന്ന പേരുണ്ടായിരുന്ന ആ ബോട്ടിനെക്കുറിച്ചും അതിലുള്ള മത്സ്യത്തൊഴിലാളികളെക്കുറിച്ചും യാതൊരു അറിവുമില്ലായിരുന്നു. കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അതേപ്പറ്റി അന്വേഷിച്ചുവെങ്കിലും ശ്രീലങ്കൻ സർക്കാരും നാവികസേന അധികൃതരും ഒന്നും അറിയില്ലെന്ന മട്ടിൽ കൈമലർത്തുകയാണ് ചെയ്തത്. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ശ്രീലങ്കൻ നാവികസേന ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യബന്ധന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ചിലപ്പോൾ മുക്കിക്കളയുകയും മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് മത്സ്യബന്ധന ബോട്ടുകൾ എന്ന വ്യാജേന ഇന്ത്യയുടെ വൻകരയിൽ നിന്നും ആളുമർത്തവും ആയുധങ്ങളും കയറ്റിയ ബോട്ടുകൾ ശ്രീലങ്കൻ തീരത്തേക്ക് രാത്രിയുടെ മറവിൽ ഒളിച്ചു കിടക്കുന്നത് പതിവായിരുന്നു താനും. ഒളിപ്പോരാളികളെ കൊണ്ട് പൊറുതിമുട്ടിയ ശ്രീലങ്കൻ നാവികസേന തങ്ങളുടെ സമുദ്രാതിർത്തി ലംഘിക്കുന്നവർ യഥാർത്ഥ മത്സ്യബന്ധന ബോട്ടുകളാണെങ്കിൽ കൂടി അവയെയും ആക്രമിക്കുകയും ആളുകളെ കൊല്ലുകയും ജീവനോടെ കിട്ടുന്നവരെ പിടിച്ച് ജയിലിലിടുകയും ചെയ്തു പോന്നു. തമിഴ്നാട് തീരങ്ങളിൽ നിന്ന് LTTക്ക് സഹായവുമായി പോകുന്ന ബോട്ടുകളെ വേട്ടയാടാൻ പ്രത്യേകം നിയുക്തമായിരുന്ന ശ്രീലങ്കൻ നാവിക പെട്രോളിംഗ് സംഘത്തിന് മുന്നിൽ പെട്ടുപോയ പല മത്സ്യബന്ധന ബോട്ടുകളും കടലിൽ താഴ്ത്തപ്പെട്ടു. അനേകം മത്സ്യത്തൊഴിലാളികൾക്ക് ജീവഹാനി നേരിട്ടു. 100 കണക്കിന് പേർ ശ്രീലങ്കൻ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു. സമുദ്രാതിർത്തി ലംഘിച്ചുവെന്ന കുറ്റത്തിന് പുറമെ ആയുധക്കടത്ത്, ലഹരിമരുന്ന് കടത്ത് എന്നീ കുറ്റങ്ങൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. വർഷങ്ങളോളം നീളുന്ന തടവു ശിക്ഷയാണ് പലർക്കും ലഭിച്ചത്. തൂത്തുക്കുടിയിൽ നിന്ന് നേതാജി ബോട്ടിൽ പോയവർക്കും ഇതേ അനുഭവം തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധം അവസാനിക്കുകയും LTTയും അതിൻ്റെ നേതാക്കളും സമൂലം നശിപ്പിക്കപ്പെടുകയും ചെയ്തതോടെ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് കുറച്ച് സൗമ്യത കൈവന്നു. ശ്രീലങ്കയിലെ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഒരേകദേശ ധാരണയായി. സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന കുറ്റത്തിന് മാത്രമായി ശിക്ഷിക്കപ്പെട്ടവരെ മോചിപ്പിക്കാമെന്ന് ശ്രീലങ്കൻ സർക്കാർ സമ്മതിച്ചു. അങ്ങനെയാണ് നേതാജി ബോട്ടിലുണ്ടായിരുന്നവരും ഇപ്പോൾ ജാഫ്ന ജയിലിൽ കഴിയുന്നവരുമായ 17 പേരെ ശ്രീലങ്ക ഉടൻ മോചിപ്പിക്കുമെന്ന വാർത്ത കേരളത്തിലും എത്തിയത്. 18 പേരിൽ ഒരാൾ ജയിലിൽ വെച്ച് മരണം അടഞ്ഞതിനാൽ ഇനി 17 പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ 17 പേരിൽ ഒരാളാണ് കൂട്ടുപുഴിക്കിലെ ജയശീലൻ. മറിയമ്മ ആ വിവരം കൈമാറിയപ്പോൾ കുഞ്ഞന്നയുടെ മനസ്സിലും പല വിചാരങ്ങൾ കടന്നുപോയി. തൻ്റെ ആഞ്ചലോസും അങ്ങനെ ശ്രീലങ്കക്കാരുടെ കയ്യിൽ അകപ്പെട്ടതായിരുന്നെങ്കിൽ പോലും നന്നായിരുന്നേനെ എന്ന് അവർ ചിന്തിച്ചു. എങ്കിലിപ്പോൾ ജയശീലനോടൊപ്പം അവനും തിരിച്ചു വരാമായിരുന്നു. അപ്പോഴാണ് കുഞ്ഞന്നയുടെ മനസ്സിൽ മറ്റൊരു ബോധം വന്നത്. ജയശീലനെ കാണാതായിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. ആഞ്ചലോസ് പോയിട്ട് വർഷം 16 കഴിയുന്നു. ഒരു പകലും ഒരു രാത്രിയും കടലിൽ മീൻ പിടിച്ച ശേഷം ജീസസ് വെളുപ്പിന് 5:30 മണിയോടെ ചെല്ലി കടപ്പുറത്ത് അടുത്തു. എമിലി കടപ്പുറത്ത് മകനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. 2 പേർ ചേർന്ന് ഒരു പഴന്തുണി കെട്ടുപോലെ ഡെന്നിച്ചിനെ തൂക്കിയെടുത്ത് വള്ളത്തിൽ നിന്നിറക്കി. ഒരു സഞ്ചിയിൽ കുറച്ച് മീനും എമിലിയുടെ കൈവശം കൊടുത്തു. എമിലി ആ സഞ്ചിയും വാങ്ങി ഡെന്നിച്ചിനെ താങ്ങി നടത്തിക്കൊണ്ട് വീട്ടിലേക്ക് പോന്നു. എമിലി ഡെന്നിച്ചിനോട് ഒന്നും ചോദിച്ചില്ല. അവനൊന്നും പറഞ്ഞുമില്ല. എമിലി കൊടുത്ത കട്ടൻ കാപ്പി കുടിച്ച ശേഷം അവൻ കിടന്നുറക്കമായി. വൈകുന്നേരം ഡാനിയൽ വന്ന് എമിലിയെ വിളിച്ച് 400 രൂപ കൊടുത്തു.
ഡെന്നിച്ചിനെ ഇനി ഉടനെ ഞങ്ങളുടെ വള്ളത്തിൽ വിടണ്ട. അവനെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന്. അവനൊന്നും ചെയ്തില്ലെങ്കിൽ ഈ പൈസ എന്തിനാ? മീൻ ലേലം ചെയ്ത് കിട്ടിയ പൈസയുടെ പങ്ക. ജോലി ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിലും ശരി, വള്ളത്തിൽ ഒരുത്തൻ കയറിയിട്ടുണ്ടോ അവനൊരു പങ്കുള്ളതാ. അത് വള്ളക്കാരുടെ അലിഖിത നിയമമാണ്. ഡാനിയൽ തിരിച്ചുപോയി. കടൽ ചുരുക്കിൻ്റെ ക്ഷീണവും ഭയവും ഡെന്നിച്ചനിൽ നിന്ന് വിട്ടുമാറാൻ 4 ദിവസമെടുത്തു. ഇനി നീ കടലിൽ പണിക്ക് പോകുന്നില്ലേ എന്ന് ഒരു തവണ പോലും എമിലി അവനോട് ചോദിച്ചില്ല. മറിയമ്മ അവനെ കണ്ടപ്പോൾ പറഞ്ഞു, എടാ ഡെന്നി, നിനക്ക് ഛർദിലും ക്ഷീണവും ഉണ്ടായത് കടൽ ചുരുക്കിയതുകൊണ്ടാ. നിന്നെ മാത്രമല്ല, കടലിൽ പോണം മിക്കവാറും എല്ലാവരെയും കടൽ ചുരുക്കിയിട്ടുണ്ട്. അതും പേടിച്ച് പണിക്ക് പോകാണ്ടിരിക്കണം നീ. എന്നാ പേടിത്തൊണ്ടനാണ്. അമ്മ വീണ്ടും തന്നെ കടലിൽ പോകാൻ നിർബന്ധിച്ചാൽ പറ്റില്ല എന്ന് തന്നെ പറയണമെന്ന് നിശ്ചയിച്ചിരിക്കുകയായിരുന്നു അവൻ. മറിയമ്മയുടെ പരിഹാസം അവൻ്റെ അഭിമാനത്തെ മുറിപ്പെടുത്തി. 5-ാം ദിവസം അവൻ ഫ്രാങ്കോയുടെ വീട്ടിൽ ചെന്നു. അവൻ ഫ്രാങ്കോയോട് പറഞ്ഞു, ഞാനും വരട്ടെ നാളെ മുതൽ വള്ളത്തിൽ. വന്നിട്ട് എന്നാ ചെയ്യാനാ? പണിയെടുക്കാം. അന്ന് കടൽ ചുരുക്കിയിട്ടാ ഞാൻ കിടന്നു പോയത്. അതുമാത്രമല്ലല്ലോ നിൻ്റെ ഒടുക്കത്തെ പേടി. ഇല്ല, എൻ്റെ പേടി പോയി. ഒരു ദിവസം കൂടി എനിക്കിതാ. ഫ്രാങ്കോയ്ക്ക് തീരെ മനസ്സ് വന്നില്ല. ലീനമ്മ ഫ്രാങ്കോയോട് പറഞ്ഞു, ഒരു ദിവസം കൂടി നോക്ക്, എന്നിട്ടും പറ്റിയിരുന്നില്ലെങ്കിൽ വിട്ടേക്ക്. ഫ്രാങ്കോ അതോടെ സമ്മതം മൂളി. രാത്രി കിടക്കാൻ നേരം ഡെന്നിച്ചൻ എമിലിയോട് പറഞ്ഞു, 4 മണിക്ക് എന്നെ വിളിച്ചുണർത്തി വിട്ടേക്കണം അമ്മ. നാളെ ഞാൻ വള്ളത്തിൽ പോണുണ്ട്. എമിലി അവൻ്റെ മുഖത്തേക്ക് ഒട്ടുനേരം നോക്കി നിന്നു. ഞാൻ അവരെ കണ്ടു പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു ഒന്നുകൂടെ വരാൻ. നിനക്ക് വിഷമമാണെങ്കിൽ നീ പോണ്ട. പോണം അമ്മ. 4 മണിക്ക് വിളിച്ചാൽ മതി. ഡെന്നിച്ചൻ തലവഴി പൊതുപ്പിട്ട് മുഖം മറച്ചു. കൃത്യം 4 മണിക്ക് തന്നെ എമിലി അവനെ വിളിച്ചുണർത്തി കട്ടൻ കാപ്പി ഇട്ടുകൊടുത്തു. എമിലി അവനെ കടപ്പുറത്ത് കൊണ്ടുവിടാൻ ഭാവിച്ച് ഇറങ്ങിയപ്പോൾ ഡെന്നിച്ചൻ പറഞ്ഞു, വേണ്ടമ്മ, ഞാൻ തനിയെ പോയിക്കൊള്ളാം. അമ്മ വരണ്ട. അവൻ തനിയെ ഇരുട്ടത്തിറങ്ങി നടന്നു. രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പോലും പേടിയുള്ള ചക്കനാണ്. ഇരുട്ടിൽ അലഞ്ഞു നടക്കുന്ന പ്രേതാത്മാക്കളെയും പ്രേതകഥകളെയും അവന് ഭയമാണ്. എമിലി അത് ഓർത്തുകൊണ്ട് അവൻ പോയ ദിക്കിലേക്ക് നോക്കി തിണ്ണയിൽ തന്നെ നിന്നു. നാട്ടിൽ തിരിച്ചെത്തിയ ജയശീലന് ചെല്ലാനം കടപ്പുറം മുതൽ നീണ്ടകര വരെ വൻ സ്വീകരണമാണ് ലഭിച്ചത്. മരിച്ചുപോയെന്ന് വീട്ടുകാരും നാട്ടുകാരുമെല്ലാം കരുതിയ ആൾ തിരിച്ചു വന്നിരിക്കുകയാണ്. കൂട്ടുപൊഴിക്കൽ ജയശീലനെ ആദരിക്കാനും അഭിനന്ദിക്കാനുമായി ചെല്ലിക്കടപ്പുറത്തും വലിയ സ്വീകരണം തന്നെ കടപ്പുറത്തുകാരെ ഒരുക്കി. കഴുത്തിൽ വലിയ പൂമാലയിട്ട് നിന്നുകൊണ്ട് ജയശീലൻ എല്ലാവരോടും നന്ദിയും കൃതജ്ഞതയും പറഞ്ഞു. സ്വീകരണ പരിപാടി സമാപിച്ച ശേഷം ജയശീലൻ എമിലിയെ കാണണമെന്നാവശ്യപ്പെട്ട് വീട്ടിലെത്തി. എമിലി കാര്യമെന്തെന്നറിയാതെ അമ്പരപ്പിൽ തിണ്ണയിലേക്ക് ഇറങ്ങിച്ചെന്നു. ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞത് ഒരു സംശയം പറയാനാ. ജയശീലൻ പറഞ്ഞു, ജാഫ്ന ജയിലിൽ നിന്ന് ഞങ്ങളെ കൊളംബോ ജയിലിലോട്ട് കൊണ്ടുവന്നപ്പം അവിടുത്തെ ജയിലിൽ വെച്ച് ഞാൻ ഒരാളെ കണ്ടു. നമ്മുടെ ആഞ്ചലോസിനെ പോലെ തോന്നി. അത് കേട്ടതും എമിലിയുടെ ദേഹത്തെ സകല രോമകൂപങ്ങളും തിണർത്തു തരിച്ചുണർന്നു. അധ്യായം 19. ആഞ്ചലോസിൻ്റെ പേര് പരാമർശിക്കുന്നത് കേട്ട് കുഞ്ഞന്ന വേഗം തിണ്ണയിലെത്തി. ജയശീലൻ എമിലിയോട് പറയുകയായിരുന്നു, ജയിലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു തളമുണ്ട്. ഞാനും എൻ്റെ കൂടെയുള്ള 17 പേരും ഞങ്ങളെ ഒറ്റ സെല്ലില അടച്ചിരുന്നേ. കൊളംബോയിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കണ്ടത്. ആഹാരം വിളമ്പുന്നവരുടെ കൂടെ പരിചയമുള്ള ഒരു മുഖം. എമിലി കറണ്ടടിച്ച പോലെ നിൽക്കുകയാണ്. ജയശീലൻ്റെ സംസാരത്തിന് വേഗം പോരാ. അയാൾ പതിയെയാണ് പറയുന്നത്. അയാൾ പറഞ്ഞ് വിവരമറിയുന്നതിനേക്കാൾ ഭേദം താൻ കൊളംബോയിലേക്ക് യാത്ര തിരിക്കുന്നതാണെന്ന് പോലും എമിലിക്ക് തോന്നി. അവൾ കൊളംബോയിൽ എത്തിക്കഴിഞ്ഞു. ജയിലിൻ്റെ കവാടങ്ങളെല്ലാം തുറന്നു. അവളെ ആരും തടഞ്ഞു നിർത്തിയില്ല. ആരും പരിശോധനയ്ക്ക് വിധേയയാക്കിയില്ല. ഭക്ഷണം വിളമ്പുന്നിടത്ത് ക്യൂവിൽ എമിലി നിന്നു. വലിയ സ്റ്റീൽ ചരുവങ്ങളിൽ നിന്ന് നീണ്ട തവി കൊണ്ട് ഭക്ഷണം കോരിക്കൊടുക്കുന്ന 3 പേരെ എമിലി കണ്ടു. ജയശീലൻ ചൂണ്ടിക്കാണിക്കേണ്ട താമസമേയുള്ളൂ എമിലിക്ക് ആഞ്ചലോസിനെ തിരിച്ചറിയാൻ. ജയശീലൻ്റെ വാക്കുകളിൽ കൂടിയാണ് അവൾ സഞ്ചരിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും. അതിൽ നടുക്കുനിന്ന് വിളമ്പിക്കൊണ്ടിരുന്ന ആളെ കണ്ടപ്പം എനിക്കൊരു സംശയം. അത് നമ്മുടെ ആഞ്ചലോസല്ലേ? താടിയുണ്ട്, തല പകുതി കഷണ്ടിയ, നെറ്റി അങ്ങ് ഉച്ചിവരെ ഹൈവേ പോലെ പോയിരിക്കുക. എമിലി കണ്ടു. ഉവ്, ശരിയാണ്, താടിയുണ്ട്. നെറ്റിയുടെ വീതിയിൽ തലയിലേക്ക് കഷണ്ടി കയറിപ്പോയിരിക്കുന്നു. അത് ആഞ്ചലോസ് തന്നെയാണോ? എമിലിയുടെ ഹൃദയമിടിക്കുന്ന ശബ്ദം. കടല് കൂടുതലുള്ള രാത്രികാലങ്ങളിൽ തീരത്തെ തിട്ടകളിൽ കടലിടിക്കുന്ന ഒച്ച പോലെ കനത്തതും ഭയാനകവുമായി. അവളുടെ ശ്വാസകോശം ഒരിത്തിരി വായുവിനായി അനന്തമായി കാത്തുകിടന്നു. അവൾ ശ്വാസമെടുക്കുന്നില്ല. നമുക്ക് മിണ്ടാൻ പേടിയാ. എന്താന്ന് വെച്ചാ എനിക്കിത്ര ഉറപ്പില്ലല്ലോ.
വർഷം 10-16 കഴിഞ്ഞില്ലേ കണ്ടിട്ട്. കഴിഞ്ഞ കൊല്ലം പ്രഭാകരനടക്കം തമിഴ് പുലികളെയെല്ലാം തകർത്ത ശേഷം ശ്രീലങ്കക്കാരുടെ പട്ടാളത്തിനും പോലീസിനും ഭയങ്കര സംശയമാ. അവിടുത്തെ ജയിലിൽ കിടക്കണ ഏതെങ്കിലും പുലിയോട് ഒരു ഇന്ത്യൻ തടവുകാരൻ മിണ്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യം പോക്ക. ഇനിയൊരൊറ്റ പുലി പോലും തല പൊക്കരുതെന്ന് അവർക്ക് നിർബന്ധമാ. അതുകൊണ്ട് ഇന്ന് അതിർത്തി കടന്ന് ചെല്ലുന്ന വള്ളമോ ബോട്ടോ കണ്ടിട്ട് സംശയം തോന്നിയ ഉടനെ അവരുടെ പട്ടാളം വെടിവെക്കുകയോ ബോട്ടും വള്ളവും പിടിച്ചെടുത്ത് അതിലുള്ളവരെ ജയിലിലടയ്ക്കുകയോ ചെയ്യണത്. എത്ര പേരെ കൊന്നുകളഞ്ഞിരിക്കുന്നു. ഇതൊന്നുമല്ല എമിലിക്ക് കേൾക്കേണ്ടത്. അവിടെ നടുക്ക് നിന്ന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ആൾ ആരാണ്? ഞാനേ പാത്രം നീട്ടിപ്പിടിച്ച് മുമ്പിൽ ചെന്നിട്ട് രണ്ടും കൽപ്പിച്ച് ഒരു വിളിയങ്ങ് വിളിച്ചു, ആഞ്ചലോസ് എന്ന്. ഹൃദയസമുദ്രത്തിനടുത്തട്ടിലൊരു അഗ്നിപർവ്വതം പൊട്ടിയെന്ന് തോന്നി എമിലിക്ക്. അയാൾ എന്നെ ഒന്ന് നോക്കി. പരിചയമുള്ള പോലെ ഒരു നോട്ടം. പിന്നെ ഇടത്തെ കൈകൊണ്ട് താടി ചൊറിഞ്ഞ് ആലോചിക്കുന്ന പോലെ തോന്നി. ഒച്ച താഴ്ത്തിയിട്ട് ഞാൻ പറഞ്ഞു, കൂട്ടുപൊഴിക്കിലെ ജയശീലന ഞാൻ. അയാളൊരക്ഷരം മിണ്ടിയില്ല. കൈകൊണ്ട് ആംഗ്യം കാട്ടി മാറിപ്പോകാൻ. എമിലി ജയിലിൻ്റെ നടുവിൽ അനേകം തടവുകാർക്കിടയിൽ കാഴ്ച നഷ്ടപ്പെട്ടതുപോലെ നിന്നു. ഞാൻ മാറി നിന്ന് പിന്നെയും അയാളെ തന്നെ നോക്കി. അത് ആഞ്ചലോസ് തന്നെയാണെന്ന് എനിക്ക് തോന്നി. ആഞ്ചലോസും ഞാനും ഒന്നിച്ച് ഒരു വള്ളത്തിൽ കടലിൽ പണിക്ക് പോയിട്ടുണ്ട്. ആഞ്ചലോസ് സ്വന്തമായി വള്ളവും വലയും വാങ്ങിച്ചപ്പോൾ എന്നെ പണിക്ക് വിളിച്ചതാ. പക്ഷേ ഞാനപ്പോൾ വേറെ വള്ളത്തിലായിരുന്നു. എമിലിക്ക് ജയശീലിനെ അറിയാം. ആഞ്ചലോസിൻ്റെ കൂടെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒന്നിച്ച് ജോലി ചെയ്ത കാര്യവും അറിയാം. ചേച്ചി എന്നെ 10 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് കണ്ട തിരിച്ചറിയുക. മുടിയും കൊഴിഞ്ഞ് താടിയും വളർന്നു നരച്ച് ഞാൻ നിന്ന മനസ്സിലാകുക? ജയശീലൻ ചോദിച്ചു. എമിലിക്ക് ഒരു സംശയവുമില്ല. ഏതു പ്രായത്തിലും ഏതു രൂപപരിണാമത്തിലും എമിലി അയാളെ തിരിച്ചറിയും. എന്നാൽ ഞാൻ കണ്ടത് ആഞ്ചലോസിനെ തന്നെയാ. പക്ഷേ എന്നോട് മിണ്ടിയില്ല, എന്നെ തിരിച്ചറിഞ്ഞുമില്ല. അതിൽ കൂടുതലൊന്നും ജയശീലിന് പറയാനില്ലായിരുന്നു. അയാൾ ആ ജയിലിൽ വെച്ച് കണ്ട കാര്യം ഇവിടെ വന്ന് പറഞ്ഞു എന്നു മാത്രം. കൊളംബോ ജയിലിൽ തനിക്ക് കൂടുതൽ ദിവസങ്ങൾ താമസിക്കാൻ ഇട വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആഞ്ചലോസ് എന്ന് താൻ സംശയിച്ച തടവുകാരനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞേനെ എന്ന് ജയശീലൻ പറഞ്ഞു. പക്ഷേ ജയശീലനും മോചിപ്പിക്കപ്പെട്ട മറ്റു തടവുകാർക്കും കൊളംബോ ജയിലിൽ തങ്ങേണ്ട ആവശ്യമുണ്ടായില്ല. തങ്ങളുടെ കൈവശമുള്ള ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കുന്നതിൻ്റെ നടപടിക്രമം എന്ന നിലയിലാണ് ശ്രീലങ്കൻ സർക്കാർ ജയശീലനെയും കൂട്ടരെയും കൊളംബോ ജയിലിൽ എത്തിച്ചതും അവിടെ നിന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് കൈമാറിയതും. വർഷങ്ങൾക്ക് ശേഷം സ്വരാജ്യത്തേക്ക് മടങ്ങുന്നതിൻ്റെ അത്യാഹ്ലാദത്തിലായിരുന്നു ജയശീലനും സംഘവും. കുറേ തടവുകാർ ഇപ്പോഴും കിടപ്പുണ്ട്. ജാഫ്ന ജയിലിലും അനുരാധപുരയിലും നെഗംബോയിലുമൊക്കെ. തമിഴരും മലയാളികളുമുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് കിടക്കുന്നവരുണ്ട്. യുദ്ധകാലത്ത് കുറേ പേരെ കൊന്നുകളഞ്ഞു. ജയശീലൻ തനിക്കറിയാവുന്നിടത്തോളം കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരികെ പോയി. എമിലിയും കുഞ്ഞെന്നെയും പരസ്പരം നോക്കി മൂഢരെ പോലെ നിന്നു. ആഞ്ചലോസ് എമിലിയുടെ ഭർത്താവാണെങ്കിൽ കുഞ്ഞെന്നയ്ക്ക് അയാൾ നൊന്തുപെറ്റ മകനാണ്. അവൻ പറഞ്ഞത് ശരിയാണ്. നമ്മൾ എന്തു ചെയ്യും? കുഞ്ഞെന്നെ എമിലിയോട് ചോദിച്ചു. ആഞ്ചലോ ജീവനോടെ ഉണ്ടോ? എങ്ങനെ അറിയും? ആഞ്ചലോസ് ജീവനോടെ ഉണ്ടെന്നാണ് ഇക്കാലം അത്രയും എമിലി വിശ്വസിച്ചു പോന്നിട്ടുള്ളത്. നീണ്ട 16 വർഷം അവൾ അനുഭവിച്ചത് വൈധവ്യ ദുഃഖമായിരുന്നില്ല, വിരഹവേദനയായിരുന്നു എന്നുള്ളത് അവൾക്ക് മാത്രം അറിയുന്ന രഹസ്യമാണ്. മരിച്ചവരെ സ്വപ്നം കാണാറില്ലെന്നായിരുന്നു എമിലിയുടെ വിശ്വാസം. എന്നാൽ കഴിഞ്ഞ 16 കൊല്ലത്തിനിടയ്ക്ക് എമിലി ആഞ്ചലോസിനെ സ്വപ്നത്തിൽ കാണാത്ത ദിവസങ്ങൾ ചുരുക്കമായിരുന്നു. അന്വേഷിക്കണം അമ്മേ, എവിടുണ്ടെങ്കിലും കണ്ടുപിടിക്കണം. എവിടെ ചെന്ന് അന്വേഷിക്കും എമിലി? എങ്ങനെ? ഞാൻ അതിനുവേണ്ടി എവിടം വരെ വേണമെങ്കിലും പോകും. ഈയൊരു തീപ്പൊരി മതി, എമിലി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. ആഞ്ചലോസ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ചെല്ലിക്കടപ്പുറത്ത് വിളംബരം ചെയ്യുകയാണ് എമിലി ആദ്യം സ്വീകരിച്ച നടപടി. അതിൻ്റെ സത്യാവസ്ഥ അറിയാനായി പലരും കൂട്ടുപൊഴിക്കൽ ജയശീലനെ സമീപിച്ചു. കൊളംബോ ജയിലിൽ വെച്ച് താൻ ആഞ്ചലോസിനെ കണ്ടുവെന്ന് ജയശീലൻ ആവർത്തിച്ചു പറഞ്ഞു. ആഞ്ചലോസ് ചെല്ലിക്കടപ്പുറത്ത് ഒരു ചർച്ചാ വിഷയമായി. ആളുകൾ അതേപ്പറ്റി അവരവരുടെ ഭാവനയ്ക്കൊത്ത് കഥകളുണ്ടാക്കി. ആഞ്ചലോസിനെ കടലിൽ കാണാതായിട്ട് 16 വർഷത്തോളമാകുന്നു. തകർന്ന ബോട്ടിൽ നിന്ന് ആഞ്ചലോസ് എങ്ങനെ രക്ഷപ്പെട്ടു? എങ്ങനെ ശ്രീലങ്കൻ ജയിലിൽ ചെന്നു കയറി? ദിവസേന 800-നും 1500-നും ഇടയ്ക്ക് ബോട്ടുകളും വള്ളങ്ങളും മത്സ്യബന്ധനത്തിലേർപ്പെടുന്ന സമുദ്രവിഭാഗമാണ് ഇന്ത്യയും ശ്രീലങ്കയും കടലതിരുകൾ പങ്കിടുന്ന പാക് കടലിടുക്ക്. അവിടെ ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ട് തകരുകയും അതിൽ നിന്ന് തെറിച്ചുപോയ ഒരാൾ ലൈഫ് ബോയിലോ പലക കഷ്ണത്തിലോ പിടിച്ചു കിടക്കുകയും ഏതെങ്കിലും ബോട്ടോ വള്ളമോ അയാളെ കണ്ടെത്തുകയും ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികൾ അഭ്യൂഹങ്ങൾ നടത്തി.
അങ്ങനെയെങ്കിൽ ആഞ്ചലോസ് എങ്ങനെ ശ്രീലങ്കക്കാരുടെ ജയിലിലെത്തി? ചിലരുടെ സംശയം അതായിരുന്നു. ചിലപ്പോൾ ആഞ്ചലോസിനെ രക്ഷപ്പെടുത്തിയ ബോട്ട് ശ്രീലങ്കക്കാരുടെ പട്ടാളം പിടിച്ചെടുത്തു കാണും. അപ്പോൾ ആ ബോട്ടിൽ ആഞ്ചലോസ് മാത്രമല്ലല്ലോ ഉള്ളത്, വേറെയും ആൾക്കാരില്ലേ? അവരെ എന്തു ചെയ്തു? സംശയങ്ങൾ പെരുകി പെരുകി വരികയാണ്. ബോട്ടിലുണ്ടായിരുന്ന മറ്റു മത്സ്യത്തൊഴിലാളികളെയും ശ്രീലങ്കൻ സേന പിടിച്ച് ജയിലിലിട്ടുവെങ്കിൽ അവർ ഇപ്പോൾ എവിടെ? ഇപ്പോഴും അവരെല്ലാം ജയിലിലാണോ? അവരെ നേരത്തെ വിട്ടയച്ചെങ്കിൽ അവരെന്തുകൊണ്ട് ആഞ്ചലോസ് എന്നൊരാൾ ജയിലിൽ കിടപ്പുണ്ടെന്നുള്ള വിവരം ഇന്ത്യൻ അധികൃതരെ അറിയിച്ചില്ല? അവർ ഇപ്പോഴും ശ്രീലങ്കൻ ജയിലുകളിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് മോചിപ്പിക്കപ്പെട്ടില്ല? എന്തുകൊണ്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആ വിവരം ഇതുവരെ അറിഞ്ഞില്ല? അറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് അവരെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തിയില്ല? അവർ കൊല്ലപ്പെട്ടുവെങ്കിൽ എങ്ങനെ ആഞ്ചലോസ് മാത്രം രക്ഷപ്പെട്ടു? ചെല്ലിക്കടപ്പുറത്ത് ചർച്ചകളും ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നതിനിടയിൽ എമിലി വീണ്ടും അഡ്വക്കേറ്റ് ചന്ദ്രഭാനുവിനെ ചെന്ന് കണ്ടു. ജയശീലനിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങൾ ചന്ദ്രഭാനുവിനെ ധരിപ്പിച്ചു. ചന്ദ്രഭാനു ജയശീലനെ വിളിച്ചു വരുത്തി സംഗതിയുടെ സത്യാവസ്ഥ തിരക്കി. ജയശീലനെക്കുറിച്ച് വാർത്ത കൊടുത്ത പത്ര റിപ്പോർട്ടർമാരെ വിളിച്ചുകൂട്ടി ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. ശ്രീലങ്കൻ ജയിലുകളിൽ കഴിയുന്ന 1800ഓളം ഇന്ത്യക്കാരെക്കുറിച്ചും 16 വർഷം മുൻപ് കടലിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് കാണാതായ ആഞ്ചലോസിനെക്കുറിച്ചും അയാളെ കൊളംബോയിലെ റിമാൻഡ് ജയിലിൽ വെച്ച് ജയശീലൻ കണ്ടതായി അവകാശപ്പെടുന്നതിനെക്കുറിച്ചും വിശദീകരിച്ചു. അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ വാർത്ത വന്നു. ഒരു പത്രം സൺഡേ സപ്ലിമെൻറ്റിൻ്റെ ഫീച്ചറായി ജയശീലനെ അവതരിപ്പിച്ചു. അക്കൂട്ടത്തിൽ ആഞ്ചലോസിൻ്റെ കാര്യവും പ്രത്യേകമായി പ്രതിപാദിച്ചു. വാർത്തയും ഫീച്ചറും ശ്രദ്ധിച്ച് സ്ഥലം MLA ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം തേടി. അതുകൂടാതെ നിയമസഭാ സമ്മേളനത്തിലും ഇക്കാര്യം അവതരിപ്പിച്ചു. കേരള സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തെഴുതി. 16 വർഷം മുൻപ് മത്സ്യബന്ധനത്തിനിടയിലുണ്ടായ അപകടത്തിൽ കാണാതായ ആഞ്ചലോസ് എന്ന മത്സ്യത്തൊഴിലാളി ശ്രീലങ്കൻ ജയിലിലുണ്ടെന്നും അയാളെ മോചിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും കേന്ദ്ര ഗവൺമെൻറ് ആ ദൗത്യം വിദേശകാര്യ വകുപ്പിനെയും തദ്വാര ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനെയും ഏൽപ്പിച്ചു. ഈ വക നടപടിക്രമങ്ങൾക്കിടയിൽ ദിനരാത്രങ്ങൾ പലത് കടന്നുപോയി. ആഴ്ചകൾ, മാസങ്ങളായി. സർക്കാർ നടപടികളുടെ മെല്ലെ പോക്ക് നയമൊന്നും എമിലിയെ തളർത്താൻ പര്യാപ്തമായിരുന്നില്ല. ആഞ്ചലോസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് തെളിയിക്കണമെന്ന് എമിലി ഉറപ്പിച്ചു. വേണ്ടി വന്നാൽ കൊളംബോ ജയിലിൽ പോയി ആഞ്ചലോസിനെ കാണാനും അവൾ തയ്യാറായി. കുഞ്ഞണ്ണയും ജാനറ്റും ഡെന്നിച്ചനും എമിലിക്ക് പൂർണ്ണ പിന്തുണ നൽകി. ആഞ്ചലോസിനെ കണ്ട ഓർമ്മയൊന്നും ഇല്ല മക്കൾ 2 പേർക്കും. അവർക്ക് അയാളെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. തൻ്റെ സഹോദരനെ പറ്റിയുള്ള വാർത്തയറിഞ്ഞ് വിൻസി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഇതിനകം ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും അടുത്ത കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആഞ്ചലോസ് തിരിച്ചെത്തിയാൽ അയാൾക്ക് എമിലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടി വരില്ലേ എന്ന ചർച്ചയും നടക്കുന്നുണ്ടായിരുന്നു. കാരണം ആഞ്ചലോസ് 16 വർഷം മുൻപ് പോകുമ്പോൾ അയാൾക്ക് 2 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശൗരിക്കുട്ടി എങ്ങനെയുണ്ടായി എന്ന് ആഞ്ചലോസ് ചോദിച്ചാൽ എമിലി അതിന് ഒരു മറുപടി പറഞ്ഞേ പറ്റൂ. എമിലി എന്തു മറുപടി പറയും? അത് കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ മകനാണെന്ന് പറയാനേ പറ്റൂ. എമിലി കള്ളം പറഞ്ഞാൽ ചെല്ലിക്കടപ്പുറം സത്യം വിളിച്ചു പറയാൻ പ്രതിജ്ഞാബദ്ധമായി കാത്തുകിടക്കുകയാണ്. ശൗരിക്കുട്ടിയെ കടപ്പുറത്തുള്ളവർ ഏറെക്കുറെ മറന്നതായിരുന്നു. എന്നാൽ ആഞ്ചലോസ് ജീവിച്ചിരിപ്പുണ്ടോ എന്നത് ചർച്ചാ വിഷയമായപ്പോൾ ശൗരിക്കുട്ടിയും അവരുടെ ഓർമ്മയിലേക്ക് പൊന്തി വന്നു. തൻ്റെ ഭാര്യ എമിലി കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകനെ പ്രസവിച്ചു. 14 വർഷക്കാലം വളർത്തിയെന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും ആഞ്ചലോസിന് അഭിമാനമോ സന്തോഷമോ തോന്നാനിടയില്ല. നട്ടലിന് ഉറപ്പുള്ള ഏതൊരു പുരുഷനും ഇങ്ങനെയൊരവസ്ഥയിൽ എന്തു ചെയ്യുമോ അതുതന്നെ ആഞ്ചലോസും ചെയ്യുമെന്ന് കടപ്പുറം നിവാസികൾ തമ്മിൽ പറയുകയും മനസ്സിലുറപ്പിക്കുകയും ചെയ്തു. എമിലിയെ ആഞ്ചലോസ് ഉപേക്ഷിക്കും, വീട്ടിൽ നിന്ന് ഇറക്കിവിടും. ആഞ്ചലോസ് അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അതിൽ ന്യായവുമില്ല. ആഞ്ചലോസ് തിരിച്ചു വന്ന എമിലിയെ വേണ്ടെന്ന് പറഞ്ഞ എന്നെ ചെയ്യും? മറിയമ്മ കുഞ്ഞന്നയോട് ചോദിച്ചു. കുഞ്ഞന്നയ്ക്ക് അറിയില്ല അതിനെന്ത് മറുപടി പറയണമെന്ന്. ആഞ്ചലോനെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. മറിയമ്മ ആഞ്ചലോസിൻ്റെ പക്ഷം പിടിച്ച് ചോദിച്ചു. അവൻ എമിലീനെ ഇറക്കിവിട്ട ഞാനും ആ കൂടെ ഇറങ്ങിപ്പോകും, കുഞ്ഞന്ന പറഞ്ഞു. കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് 4 മാസത്തെ തിരച്ചിലിന് ശേഷം ആശാവഹമായ ഒരു വാർത്ത വന്നു. 16 വർഷങ്ങൾക്ക് മുൻപ് ശ്രീലങ്കൻ നേവി പിടികൂടിയ മലയാളിയായ ഒരു ഇന്ത്യക്കാരൻ കൊളംബോയിലെ റിമാൻഡ് ജയിലിലുണ്ട്. അയാളുടെ പേരോ അഡ്രസ്സോ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. തടവുകാർക്ക് കൊടുക്കുന്ന നമ്പർ മാത്രമാണ് അയാളുടെ ഐഡൻറ്റിറ്റി.
ആദ്യത്തെ 8 വർഷം ജാഫ്നയിലെ ജയിലിലായിരുന്നു. അതിനുശേഷം വാവുനിയായിലെ ജയിലിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 4 വർഷത്തിനു ശേഷം അനുരാധപുരയിലെ ജയിലിലേക്ക് മാറ്റി. കൊളംബോ റിമാൻഡ് ജയിലിലെത്തിയിട്ട് 1 വർഷമാകുന്നതേയുള്ളൂ. ആൾ കുഴപ്പക്കാരനല്ല. ജയിലധികൃതർ ചെറിയ സ്ഥാനക്കയറ്റം നൽകി പാചകപ്പുരയിൽ നിയമിച്ചിരിക്കുകയാണ്. ഊരും പേരും അയാൾക്ക് തന്നെ അറിയില്ല. എങ്ങനെ ജയിലിൽ എത്തിപ്പെട്ടുവെന്നോ ആരൊക്കെ കൂടെയുണ്ടായിരുന്നുവെന്നോ അറിയില്ല. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇത്രയും വിവരങ്ങൾ വിദേശകാര്യ വകുപ്പിന് കൈമാറി. വിദേശകാര്യ വകുപ്പ് കേരള സർക്കാരിനെ അറിയിച്ചു. MLAയും ചന്ദ്രഭാനുവും കൂടി എമിലിയുടെ വീട്ടിലെത്തി കിട്ടിയ വാർത്തയും എമിലിയെ ധരിപ്പിച്ചു. ചിലപ്പോൾ കൊളംബോയ്ക്ക് പോകേണ്ടി വരും. ആളെ തിരിച്ചറിയണ്ടേ? എമിലിയുടെ ഹൃദയം കുതിച്ചു ചാടിക്കൊണ്ടിരുന്നു. അടുത്ത ഭാഗം നാളെ.